നമസ്കാരം. അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയകരനായിട്ടുള്ള പോൾ ഡു ഷെയ്യു നൈലിൻ്റെ ഉത്ഭവം കണ്ടെത്താനാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം 1863 ജൂലൈ മാസത്തിൽ ലണ്ടനിലെ സെൻറ്റ് കാതറിൻസ് ഡോക്കിൽ നിന്നും മെൻഡർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ പായ്ക്കപ്പലിൽ ഇദ്ദേഹം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗാബോണിലേക്ക് ഇദ്ദേഹം യാത്ര തിരിച്ചിരിക്കുകയാണ്. പോൾ ഡു ഷെയ്യു നീണ്ട 5 വർഷത്തെ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഗാബോണിലേക്ക് വന്നിരിക്കുന്നത്. 5 ദിവസം വീട്ടിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ കരച്ചിൽ വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ പോൾ ഡു ഷെയ്യു ആദ്യം ഇദ്ദേഹം തീരങ്ങളിൽ ചെന്നു. അവിടെ ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു വർഗ്ഗക്കാരാണ് താമസിക്കുന്നത്. കാമി അല്ലെങ്കിൽ കോമി എന്നൊക്കെ വിളിക്കും. ഇവർ ഇദ്ദേഹത്തെ അങ്ങനെ ചതച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ യാത്രകളിൽ. അതുകൊണ്ട് തീരങ്ങളിൽ ചെന്നിട്ട് ഇവരെയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ഉൾക്കാടുകളിലേക്ക് ഇദ്ദേഹം പോവുക. അങ്ങനെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു 10 പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉൾക്കാടുകളിലേക്ക്, അതായത് കിഴക്കോട്ടേക്ക്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ തീരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മുടെ കൊച്ചി ഭാഗത്ത് തീരങ്ങളിൽ വന്ന് ഇറങ്ങുകയും മൂന്നാർ ഭാഗത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക്. ആ യാത്ര തന്നെയാണ് ഗാബോണിലും ഇദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഉൾക്കാടുകളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് കൂടുതൽ അപകടങ്ങൾ, കൂടുതൽ ഗോത്രക്കാരൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അവരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേയേറെ സമ്മാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ട്. സമ്മാനം എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മാലകൾ, വളകൾ, പിന്നെ അവർക്ക് ആയുധങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ചുമക്കാൻ വേണ്ടിയിട്ടാണ് കുറേയേറെ ആളുകളെ ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ 10 കോമി വർഗ്ഗക്കാരുണ്ടെങ്കിലും അവർ വേട്ടക്കാരും കാര്യങ്ങളൊക്കെയാണ്. സാധനങ്ങൾ ചുമക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നത് അത്ര നല്ല പണിയല്ല. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത് ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലും, അവിടുത്തെ ഗോത്ര തലവന്മാർക്ക് തോക്കൊക്കെ കൊടുത്തിട്ട് അവരെ വശത്താക്കും. അതിനുശേഷം ഇവരോട് പറയും കുറച്ച് ചുമട്ടുകാരെ തരണം. അപ്പം അടുത്ത 1-2 ഗ്രാമങ്ങളിലേക്ക് അവിടം വരെയും സാധനങ്ങൾ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്ന് ചുമട്ടുകാരെ എടുക്കും. 2 ഗ്രാമങ്ങൾ കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് പിന്നെ അടുത്ത അവരെ പറഞ്ഞു വിട്ടിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് വേറെ കുറച്ച് പേരെ സംഘടിപ്പിക്കും. അങ്ങനെയാണ് ഇദ്ദേഹം തൻ്റെ ഓരോ യാത്രകളിലും ഉൾക്കാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സുകൾ, ആയുധങ്ങൾ, ഇവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ, അങ്ങനെ വലിയ ലോഡ് സാധനങ്ങൾ തന്നെയുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം സാധനങ്ങൾ ഇദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്ര വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും ഇപ്രാവശ്യം ഇദ്ദേഹത്തിന് വേറെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാന പ്രശ്നം, ഇദ്ദേഹം ചെന്ന് ചാടിയ ആ സമയത്ത് തന്നെയാണ് ഈ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വസൂരിയും പ്ലേഗും ഒക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയം. അപ്പം ഈ ആളുകൾ എന്ത് വിചാരിച്ചു? ഇങ്ങനെയാണ് ഇദ്ദേഹം വരുന്ന വില്ലേജുകളിലാണ്, ഗ്രാമങ്ങളിലാണ് ഈ ഒരു വസൂരിയും പ്ലേഗും ഒക്കെ ഉള്ളത്. ഈ ഒരു രോഗം കൊണ്ടുവന്നിരിക്കുന്ന മന്ത്രവാദിയാണ് അല്ലെങ്കിൽ ഒരു ദുഷ്ടാത്മാവാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങൾ ഇപ്രാവശ്യം കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയും സംഘത്തെയും വളരെ ഭയത്തോടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ കൊല്ലാൻ വരെയും നോക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു ഗ്രാമത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവർ ആ ഗ്രാമത്തിലേക്ക് കയറ്റിയില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇവർ പോകുന്ന വഴിയുള്ള ഉണക്ക പുല്ലുകളൊക്കെ കത്തിച്ചിട്ട് ഇവരെ ആകെ കൂടിയിട്ട് ചുട്ടു കൊല്ലാൻ വരെയും അവർ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, ഇങ്ങനെ ചുട്ടു കൊല്ലാൻ ശ്രമിച്ച ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് രാത്രിയിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം കിടക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അപ്പോണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇദ്ദേഹത്തെ ഓടിക്കുകയും ഇദ്ദേഹത്തെയും സംഘത്തെയും ഓടിച്ചിട്ട് പുൽമേടുകൾക്ക് തീ കൊളുത്തിയിട്ട് ഇപ്പോൾ ഇദ്ദേഹം രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് അന്തി ഉറങ്ങാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്. നിശബ്ദമായിട്ടുള്ള ആ രാത്രിയിൽ ആ ചെറിയ അരുവിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിന് പതിവിലും കൂടുതൽ ശബ്ദമുണ്ടെന്ന് പോലും നമ്മുടെ ഈ പോളിന് തോന്നിപ്പോയി. അദ്ദേഹം ചുറ്റും നോക്കി. തൻ്റെ ഓരോ ആളുകളുടെയും കൈവശം തോക്കുകളൊക്കെ ഉണ്ട്. എന്നാൽ ക്ഷീണിച്ച് ഉറക്കത്തിലായ അവരുടെ കയ്യിൽ ഈ ആയുധങ്ങൾ എത്രത്തോളം ഉപയോഗശൂന്യമാണ് എന്നാണ് അദ്ദേഹം അപ്പോൾ ചിന്തിച്ചത്. ഇദ്ദേഹം ആകാംക്ഷയോടെ തൻ്റെ ദൂരദർശനിലൂടെ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന അപ്പോണോ ഗ്രാമങ്ങളുടെ ദിശയിലേക്ക് ഒന്ന് നോക്കി. അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും എല്ലാം മരണം പോലെ നിശബ്ദമാണ്. അങ്ങനെ പുലർച്ചെ 3 മണിക്ക് ഡു ഷെയ്യു ഇഗാലയും മറ്റ് കോമി ഗോത്രക്കാരെയൊക്കെ വിളിച്ചുണർത്തി. ഇനി എനിക്കൊന്ന് ഉറങ്ങണം, ഇനി നിങ്ങൾ കാവലിരിക്കും. എങ്കിലും നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരിക്കൽ കൂടി തലേ ദിവസം കടന്നു വന്ന പുൽമേടുകളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയി നോക്കി. മുമ്പ് പറഞ്ഞതുപോലെ അവിടെ തികച്ചും ശാന്തമായിരുന്നു. തലേ ദിവസം തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അപ്പോണോ ഗോത്രക്കാർ അലറി പുറകെ വന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നിശബ്ദമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, വെളുപ്പിനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഇവരെ ഓടിച്ചു വിട്ട ആ ഗ്രാമത്തിൽ നിന്ന് ഒരു 3 പേരുടെ സംഘം എഞ്ചിങ്കേൻ്റെ, ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 2 ഗോത്ര തലവന്മാരുണ്ട്, അതിലൊരാൾ എഞ്ചിങ്കേനാണ്, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു. പഴയ കാര്യങ്ങൾ തന്നെയാണ് അവർ വീണ്ടും ആവർത്തിച്ചത്. ഈ ഡു ഷെയ്യുവിനെ, ഈ ഒഗൂസി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇയാളാണ് ഈ രോഗങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത്. ഈ സംശയങ്ങൾ തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവർക്ക് സംശയമാണ്. എന്നാലും നമ്മൾ ഒരു കാര്യം ആലോചിക്കും, ഇയാളെങ്ങ് ഓടിച്ചു വിട്ടാൽ പോലെ പിന്നെയും സംശയമായിട്ട് ഇവന്മാരെന്തിനാണ് ഈ വരുന്നത്?
വേറെ ഒരു കാര്യമില്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട്. ഇത് ഇവർക്ക് വേണം, എന്നാൽ ഇദ്ദേഹത്തെ ഗ്രാമത്തിൽ കയറ്റാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇവർ പിന്നെയും പുറകെ വന്നിട്ട് അയ്യോ എന്തിനാ ഇയാളെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എഞ്ചിങ്ങേൻ്റെ പുറകെ കൂടി നിൽക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഇയാളെ വീണ്ടും കൊണ്ടുവരണം എന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കുകയും വേണം, ഇദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ചു വിടുകയും വേണം. എന്താണെങ്കിലും ഇവന്മാരുടെ ഈ ഒരു ആവശ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിങ്ങേൻ തൻ്റെ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു. ഒഗൂസി വരുന്നതിന് മുമ്പും ഇവിടെ രോഗങ്ങളൊക്കെ ഉണ്ട്, എത്രയോ പേര് ഇതിനു മുമ്പ് മരിച്ചു വീണിട്ടുണ്ട്, എനിക്കും രോഗം വന്നതാണ്, എന്നാൽ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ജീവനോട് നിൽക്കുന്നത് കാണാൻ മേലേ. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവസാനം ഈ അപ്പോണോ ഗോത്രക്കാർ പോൾ ഡൂഷെയുവിനെ നേരിൽ കാണുവാൻ അല്ലെങ്കിൽ അടുത്ത് കാണുവാൻ തന്നെ തീരുമാനിച്ചു. കയ്യിൽ കിട്ടാവുന്നത്ര ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് തൻ്റെ ആളുകളുടെ കൂടെ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മുടെ ഈ ഡൂഷെയു തിരിച്ച് പഴയ പുൽമേടുകളിലേക്ക് പ്രവേശിച്ചത്. തലേ ദിവസം തന്നെയും കൂട്ടരെയും കൊല്ലാനായിട്ട് ചുട്ടരിച്ച് കൊല്ലാൻ നോക്കിയ ആളുകളുടെ അരികിലേക്ക് തന്നെയാണ് താൻ ചെല്ലുന്നത്. അങ്ങനെയുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഡൂഷെയു അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ഭയന്ന് പുറകിലേക്ക് മാറുന്ന കാഴ്ചയാണ് അദ്ദേഹം വീണ്ടും കണ്ടത്. അവരുടെ നേതാക്കന്മാർക്ക് കുറച്ച് മുത്തുമാലകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ നന്നാക്കിയെടുക്കുവാനായിട്ട് പോൾ ഒന്ന് ശ്രമിച്ചു നോക്കി. അവസാനം അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് കുറച്ച് ധൈര്യമൊക്കെ വെക്കുകയും പോളിൻ്റെയും കൂട്ടരുടെയും അരികിലേക്ക് വരാനായിട്ട് അവർ ധൈര്യം കാണിക്കുകയൊക്കെ ചെയ്തു. മുത്തുമാലകൾക്ക് പരം ആട്, കോഴി, നിലക്കടല, കരിമ്പ്, ഏത്തപ്പഴം തുടങ്ങിയ സാധനങ്ങൾ ഈ അപ്പോണകൾ പോളിന് സമ്മാനമായിട്ട് തിരികെ കൊടുക്കുകയും ചെയ്തു. അവസാനം ഭയമെല്ലാം മാറിയ അവർ അദ്ദേഹത്തോട് കാട്ടിൽ കഴിയാതെ തങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് താമസിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഇവരൊക്കെ ശരിക്കും പാവങ്ങളാണ്. ഇവരുടെ അന്ധവിശ്വാസങ്ങൾ, അറിവില്ലായ്മ, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ നോക്കിക്കേ, ഇവർ വീണ്ടും ഈ പോൾ ഡൂഷെയിനെ തന്നെ വീണ്ടും വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിലും ഇവർ പകരം സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തോട് അവിടെ താമസിക്കാൻ പറയുന്നുണ്ട്. ഇവർക്ക് ഭയമാണ്, അതാണ് ആകെയുള്ള ഒരു പ്രശ്നം. അങ്ങനെ നമ്മുടെ ഈ എഞ്ചിങ്കേനൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച ശേഷം മൊഗാബ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകാനാണ് ഷെയ് തീരുമാനിച്ചത്. ഈ അപ്പോണോ വർഗ്ഗക്കാർക്ക് ആ പുൽമേടുകളിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതിൽ മൊഗാബ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകാനാണ് നമ്മുടെ പോൾ ഡൂഷെയു തീരുമാനമെടുത്തത്. അവിടുത്തെ ഗ്രാമീണരെ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഈ ഡൂഷെയുവിനെയും സംഘത്തെയും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ സ്വീകരിച്ചത്. പിറ്റേന്ന് മറ്റ് ഗ്രാമങ്ങളിലെ ആളുകളും അദ്ദേഹത്തെ കാണാനായിട്ട് ഈ മൊഗാംബ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ അവരാരും ഡൂഷെയിൻ്റെ അരികിലേക്ക് വരാനായിട്ട് ധൈര്യം കാണിച്ചില്ല. പലരും ഗ്രാമത്തിന് ചുറ്റുമുള്ള മരങ്ങളുടെയും പുല്ലുകളുടെയും പുറകിൽ നിന്നാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ശ്രമിച്ചത്. ഇതിൻ്റെ ഇടയിലെങ്ങാനും ഡൂഷെയു ഒന്ന് ഉറക്കെ തുമ്മുകയോ ചുമക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവന്മാർ 4 വഴിയും ചിതറി ഓടിയാനെ. അത്രയ്ക്ക് ഭയത്തോടെയാണ് ഇവർ ഇദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. എങ്കിലും ആ ഗ്രാമത്തെയും ഗ്രാമത്തലവനായിട്ടുള്ള കൊമ്പീല എന്ന് പറഞ്ഞ ആളിനെയും നമ്മളെ പോളിന് നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. വലിയ പർവ്വതങ്ങളുടെ തൊട്ടരികിലായിട്ട് പുൽമേടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു ആ ഗ്രാമം ഉണ്ടായിരുന്നത്. താഴ്വരയിൽ കൂടി ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ചുറ്റിനുമുള്ള കുന്നുകൾ നിറയെ വാഴത്തോപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ധാരാളം പനകളും ഒക്കെ അവർ വളർത്തുന്നുണ്ടായിരുന്നു. എണ്ണയും മദ്യവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിച്ചിരുന്നത്. ഗ്രാമത്തിലെ ഓരോ കുടുംബങ്ങളുടെയും വകയായിരുന്നു ഇതെല്ലാം. ഒരു ദിവസം ഡൂഷെയു ഗ്രാമത്തലവനായിട്ടുള്ള കൊമ്പീലയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗ്രാമത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഉച്ചത്തിലുള്ള പാട്ടും ബഹളവും ഒക്കെ ഇവർ കേട്ടു. ആളുകൾ വല്ലാത്ത രീതിയിൽ നൃത്തം ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതാണ് ഇദ്ദേഹം കണ്ടത്. പെട്ടെന്ന് ഒരു വീടിൻ്റെ പുറകിൽ നിന്നും ഉയരമുള്ള ഒരു രൂപം ഈ വരുന്ന ആളുകൾക്കിടയിലേക്ക് ചാടി അങ്ങ് ഇറങ്ങി. അത് കണ്ടതോടെ ആളുകൾ ഒക്കൂയ എന്ന് ഉറക്കെ അലറി. 12 അടി നീളമുള്ള മരക്കാലുകളിൽ നിന്നിട്ടാണ് അയാൾ നൃത്തം ചെയ്യുന്നത്. നീളമുള്ള പുല്ലുകൾ കൊണ്ട് നിർമ്മിച്ച എന്തോ ഒന്ന് നിലം മുട്ടുന്നതുവരെയും അയാൾ ഇട്ടിട്ടുണ്ട്. മുഖത്ത് വെളുത്ത മുഖംമൂടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം വെച്ചിരിക്കുന്ന തലപ്പാവ് കുരങ്ങൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒക്കൂയ എന്ന് പേരുള്ള ഈ നൃത്തം ഇവരുടെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. വിവാഹം, മരണം തുടങ്ങിയ അവസരങ്ങളിലൊക്കെ ഇവരിത് പെർഫോം ചെയ്യാറുണ്ട്. ഇന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ഗോത്രങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉത്ഭവം ഗാബോൺ തന്നെയാണ്. ചുരുക്കത്തിൽ ഒക്കൂയി നൃത്തം നേരിൽ കാണുന്ന ആദ്യത്തെ യൂറോപ്യൻ നമ്മുടെ പോൾ ഡൂഷെയു തന്നെയാണ്. ഇൻഗോമ എന്ന് പേരുള്ള വലിയ ഡ്രമ്മുകളാണ് ഇവർ ഈ സമയത്ത് കൊട്ടുന്നത്. ചുരുക്കത്തിൽ ആകെ കൂടി ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഡാൻസ് കളിക്കുമ്പോൾ ഉണ്ടാവുക. പക്ഷേ നമ്മുടെ പോൾ ഡൂഷെയു വർഷങ്ങളായിട്ട് ഇതെല്ലാം കണ്ട് ശീലിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതെല്ലാം നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സന്തോഷം അധിക ദിവസം നീണ്ടു നിന്നില്ല. പോളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോത്രത്തലവൻ മയോല, 2 ഗോത്രത്തലവന്മാരല്ല ഉണ്ടായിരുന്നത്. ഒന്ന് ഇഞ്ചിങ്കേൻ, രണ്ടാമത്തെ ആൾ മയോല. ഈ മയോലയ്ക്ക് പൊടുന്നതിനെ എന്തോ രോഗം ബാധിച്ചു. അതുകൊണ്ട് തന്നെ അയാളെ തിരികെ അയാളുടെ ഗ്രാമത്തിലേക്ക് മടക്കി അയക്കുവാൻ തന്നെ ഡൂഷെയു തീരുമാനമെടുത്തു. മരക്കമ്പുകൾ കൊണ്ട് ഒരു സ്ട്രെച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കിടത്തിയിട്ടാണ് അയാളെ അവർ തിരികെ കൊണ്ടുപോയത്. ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി എത്തി. പോളിനെയും കൂട്ടരെയും കത്തിച്ച് കളയാനായിട്ട് പുലിന് തീയിട്ട ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിലെ തലവൻ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് വന്നതോടെ പോളിൻ്റെ കൂടെ അവശേഷിക്കുന്ന ഗോത്രത്തലവൻ എഞ്ചിങ്കേൻ ആകെ ഭയപ്പെട്ടു.
തലവന്മാർ ഓരോന്നായിട്ട് മരണപ്പെടുകയാണ്. അടുത്തത് താൻ തന്നെയായിരിക്കും. ഇതാണ് അയാളുടെ പേടി. എഞ്ചിൻ ഗെയിൻ തിരികെ പോകാനായിട്ട് പോളിനോട് അനുവാദം ചോദിച്ചു. എന്നാൽ തനിക്ക് വേണ്ടി ഇവിടെയുള്ള ആളുകളോട് നല്ലൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് പോയാൽ മതിയെന്നാണ് ഡു ഷെയു അയാളോട് പറഞ്ഞത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, ഭയപ്പെടുമെന്ന് ഈ പോളിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ പേടിച്ചൂടി പോയതല്ല എന്ന് ആളുകളോട് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ എഞ്ചിൻ ഗെയിന് ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നല്ലൊരു കവലപ്രസംഗം തന്നെയൊക്കെ നടത്തി. ഓഗൂസി നല്ല മനുഷ്യനാണ്, നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അയാൾ അവരോട് പറഞ്ഞു. നിങ്ങളെപ്പോലെ എനിക്കും ഇദ്ദേഹത്തെ ആദ്യമൊക്കെ ഭയമായിരുന്നു, എന്നാൽ പിന്നീട് അത് മാറുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങളുടെ അരികിൽ വരികയും എത്തുകയും ചെയ്തു. എൻ്റെ ഗ്രാമം അങ്ങ് അകലെയാണ്, എന്നിട്ടും ഞാൻ വന്നു ഇടം വരെ. അപ്പോൾ എന്നിട്ടും ഞാൻ ജീവനോടെ ഇപ്പോഴും ഇരിക്കുക. ഇത് പേടിച്ചിട്ടാണ് ഇങ്ങനെ ഇത് പറയുന്നത്. ഇത് കേട്ടതോടെ ആളുകൾ റൊവാനോ റൊവാനോ എന്ന് ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇനി മടങ്ങുകയാണ്. അതുകൊണ്ട് ഒഗൂസിയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ഇഷോഗോ എന്നറിയപ്പെടുന്ന ആ നാട്ടിലേക്കാണ് പോകേണ്ടത്. അതിന് നിങ്ങൾ സഹായിക്കണം. എനിക്ക് തന്നതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ അദ്ദേഹം നിങ്ങൾക്കും തരും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടുന്ന് കുറച്ച് പേരെ കൂട്ടിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക്, അവിടുന്ന് കുറച്ച് പേരെ കൂട്ടിയിട്ട് അതിൻ്റെ അടുത്ത ഗ്രാമത്തിലേക്ക്, അങ്ങനെയാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ നൽകും എന്ന് പറയുന്ന ആ അവസാനത്തെ ഭാഗമുണ്ടല്ലോ, അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഞ്ചിൻ ഗെയിനെ കൊണ്ടിട്ട് പോൾ ഡു ഷെയു ഈ പ്രസംഗമെല്ലാം പറയിപ്പിച്ചത്. അവസാനം എഞ്ചിൻ ഗെയിൻ പോളിനോട് വിട പറഞ്ഞ ശേഷം മടങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്തു. നടന്ന് മരങ്ങൾക്കിടയിൽ മറയുന്നത് വരെയും തനിക്ക് പോകാൻ വിഷമമുണ്ട്, പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് പോകുന്നത് എന്നൊക്കെ ഈ എഞ്ചിൻ ഗെയിൻ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിപ്പുണ്ട്. കാരണം തിരിച്ച് ഈ പോൾ ഡു ഷെയു വരുമ്പോഴേക്കും വീണ്ടും സമ്മാനങ്ങൾ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് വെറുപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ഇയാൾ പോകുന്നത് പേടിച്ചിട്ടാണ്, ഭയം കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മുടെ പോൾ ഡു ഷെയുവിന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഡു ഷെയു വീണ്ടും കിഴക്കോട്ടുള്ള തൻ്റെ യാത്ര തുടർന്നു. അപ്പോണോ ഗോത്രക്കാർ കുറച്ച് പേര് അദ്ദേഹത്തെ ഇപ്പോഴും അനുഗമിക്കുന്നുണ്ട്. ഗ്രാമത്തലവനായിട്ടുള്ള കൊമ്പിയിലെയും അവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ കൂടെ വരാനുള്ള കാരണം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ, അടുത്ത ഗ്രാമത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടം വരെ കൊണ്ടാക്കി കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടും. പക്ഷേ ഈ ആളുകൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴി വേട്ടയൊന്നും സാധ്യമല്ല എന്ന് ഡു ഷെയുവിന് പിടികിട്ടി. വൈകുന്നേരം 4 മണിയോടെ അവർ ഇഗംബി എന്നറിയപ്പെടുന്ന ഒരു ഇഷോങ്കോ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോണോ ഗ്രാമങ്ങളിലെ കുടിലുകൾക്ക് വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഇപ്പോൾ വന്ന ആ കുടിലുകൾക്ക് വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചെന്നിരിക്കുന്ന ഇഷോഗോ വീടുകൾക്ക് വാതിലുകൾ ഉണ്ടായിരുന്നു. ഡു ഷെയുവിനെയും സംഘത്തെയും കണ്ടതോടെ അവരെന്ത് ചെയ്തു, ഈ വീടുകൾക്കുള്ളിലേക്ക് കയറിയിട്ട് വാതിലുകൾ കൊട്ടിയടച്ചിട്ട് അതിനകത്തിരുന്നു. എന്നാൽ കൊമ്പിയിലെ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ സാവധാനം പുറത്തിറങ്ങി വന്നു തുടങ്ങി. ഈ 2 ഗ്രാമങ്ങളും തമ്മിൽ വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഇഗംബി ഗ്രാമക്കാർക്ക് നമ്മുടെ ഈ കൊമ്പിയിലെന്ന് പറഞ്ഞ നമ്മുടെ അപ്പോണോ ഗോത്രത്തിലെ ഈ നേതാവിനെ അവഗണിക്കാനായിട്ട് സാധ്യമല്ലായിരുന്നു. അങ്ങനെ കാരണം ഇവരുടെ പെണ്ണുങ്ങളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, അവിടുന്ന് പെൺകുട്ടികൾ ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഈ കൊമ്പിയില പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ സാവധാനം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ അവിടെ ഒരു ദിവസം തങ്ങിയ ശേഷം ഇവർ വീണ്ടും അവിടെ നിന്നും യാത്ര തുടർന്നു. എന്നാൽ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞതോടെ ഈ അപ്പോളോ ഗോത്രക്കാരുടെ നടത്തത്തിൻ്റെ വേഗത ഒന്ന് കുറഞ്ഞു. അതിനുശേഷം അവർ ഒരുമിച്ച് കൂടി നിന്നിട്ട് എന്തൊക്കെയോ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡു ഷെയുവിന് എന്തൊക്കെയോ മനസ്സിൽ തോന്നി തുടങ്ങി. ഇനി ഇവന്മാരെങ്ങാനും വല്ല കലാപത്തിനും കോപ്പ് കൂട്ടുകയാണോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സംശയം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൂടെയുള്ള ഗോത്രത്തലവൻ കൊമ്പിയില മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ ചുമടുകൾക്കൊക്കെ നല്ല ഭാരമാണ്, അതുകൊണ്ട് കൂടുതൽ മുത്തുകളും സമ്മാനമൊക്കെ തന്നില്ലെങ്കിൽ എൻ്റെ ആളുകൾക്ക് ഇത് ചുമക്കാനായിട്ട് വലിയ താല്പര്യമില്ല, അവർക്ക് ചുമലിന് നല്ല വേദനയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം മനസ്സിലാക്കി പോൾ ഡു ഷെയു പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. യാത്ര കഴിയുമ്പോഴേക്കും നല്ല സമ്മാനങ്ങൾ എല്ലാവർക്കും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ അതിന് സമ്മതിച്ചു. ഇനിയും യാത്ര ചെയ്യാനായിട്ട് അടുത്ത ഗ്രാമങ്ങൾ വരെയും വരാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുകയും യാത്ര തുടരുകയും ചെയ്തു. ഇവരിങ്ങനെ പോകുന്ന വഴി പല ഗ്രാമങ്ങൾ അവർ കണ്ടെങ്കിലും പോളും സംഘവും എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഗ്രാമം വിട്ട് കാട്ടിലേക്ക് ഓടി മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ യാത്രകളിലൊന്നും ഇദ്ദേഹത്തിന് ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്രാവശ്യം അബദ്ധത്തിൽ ഇദ്ദേഹം ചെന്ന സമയത്ത് തന്നെയാണ് വസൂരിയും പ്ലേഗും ഒക്കെയുള്ള അങ്ങനെയുള്ള രോഗങ്ങൾ ഈ ഒരു ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചത്. പുറത്തുനിന്ന് വന്ന ഏക മനുഷ്യൻ ഇദ്ദേഹമായതുകൊണ്ട് ഇദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത് എന്നാണ് ഇവർ കരുതുന്നത്. എന്താണെങ്കിലും ഇവരിങ്ങനെ പല ഗ്രാമങ്ങൾ വഴി കയറി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഇവർക്ക് വഴി തെറ്റി. നാട്ടുകാരുടെ വാഴത്തോട്ടങ്ങൾക്കിടയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വഴി കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇടത്തും വലത്തും വാഴ മാത്രമേ ഉള്ളൂ. അതും ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കർ കണക്കിനാണ് ഇവർ വാഴ കൃഷി ചെയ്യുന്നത്. നേരം സന്ധ്യ ആയതോടെ വെള്ളം കണ്ട ഒരു ഭാഗത്ത് തന്നെ രാത്രി കഴിച്ചു കൂട്ടുവാനായിട്ട് ഇവർ തീരുമാനിച്ചു. അന്നത്തെ ദിവസം സകല ആളുകളും ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒട്ടേറെ കഥകളൊക്കെ പറഞ്ഞാണ് അവർ സമയം തള്ളി നീക്കിയത്. നമ്മുടെ പോൾ ഡു ഷെയു ഇപ്പോഴുള്ള പടിഞ്ഞാറൻ ആഫ്രിക്ക, ആ ആഫ്രിക്കയിലെ ഗോത്രജനങ്ങളുടെ കഥകൾ പോൾ ഡു ഷെയുവിൻ്റെ ബുക്കിൽ നിന്ന് അധികം ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റോബർട്ട് എച്ച് മില്ലിഗൺ അദ്ദേഹം രചിച്ച
ദി ഫെറ്റിഷ് ഫോക്ക് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറഞ്ഞ ബുക്കിൽ ഇത്തരം ഒട്ടനവധി കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിശ്വാസങ്ങളുടെ ഒരു വലിയ കാടാണ് പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നാണ് മില്ലിഗൺ പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ അമാനുഷികമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തും. കണ്ണട വെച്ചാൽ കുരങ്ങായിട്ട് മാറും, മഴവില് വലിയൊരു പാമ്പാണ് തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥയാണ് ആമയുടെയും ആമ കടം മേടിച്ച കടക്കാരുടെയും കഥ. നമുക്കതൊന്ന് കേൾക്കാം. ഒരിക്കൽ കാട്ടിൽ വലിയൊരു പട്ടിണി വന്നു. ആ സമയത്ത് ഒരാമ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള പുഴു, കോഴി, കാട്ടുപൂച്ച, പുലി, പിന്നെ ഒരു വേട്ടക്കാരൻ ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങി. ആമ കടം വാങ്ങിയത് ശ്രദ്ധിച്ചാണ്, പ്രത്യേക ആളുകളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ആ ഒരു ഹയറാർക്കി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. പുഴു, കോഴി, കാട്ടുപൂച്ച, പുലി, പിന്നെ ഒരു വേട്ടക്കാരൻ. എന്നാൽ ഈ കടം വാങ്ങിയ കാശ് തിരികെ കൊടുക്കാതിരിക്കാനായിട്ട് ആമ ഒരു വിദ്യ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ദിവസം തന്നെ കടം തിരികെ കൊടുക്കാമെന്നാണ് ആമ ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കടം തിരിച്ചു കൊടുക്കേണ്ട ആ ഒരു ദിവസം എത്തി. പുഴുവാണ് ആദ്യം എത്തിയത്. കാശ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോയ നമ്മുടെ ആമ തിരികെ വന്നപ്പോഴേക്കും ഈ ആമയുടെ കൂട്ടത്തിൽ കാശ് പിന്നെ കൊടുക്കാനുള്ള കോഴിയാണ് കൂടെ ഉള്ളത്. ഈ കടം തിരികെ തരാം എന്ന് പറഞ്ഞിട്ടാണ് കോഴിയെയും കൊണ്ട് ഈ ആമ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഈ പുഴുവിനെ കണ്ടതോടെ കോഴി പുഴുവിനെ അപ്പോൾ തന്നെ കൊത്തി തിന്നു കളഞ്ഞു. പഴയതുപോലെ താൻ പണവുമായിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആമ വീണ്ടും ഈ കോഴിയുടെ അടുത്തുനിന്ന് മുങ്ങി. ഇത്തവണ പണം കൊടുക്കാനുള്ള കാട്ടുപൂച്ചയായിട്ടാണ് ആമ തിരികെ വന്നത്. കാട്ടുപൂച്ച കോഴിയെ കണ്ട ഉടൻ അതിനെ കടിച്ചു കൊന്ന് തിന്നുകയും ചെയ്തു. വീണ്ടും ആമ പണവുമായിട്ട് വരാമെന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് പുലിയുമായിട്ട് തിരികെ എത്തി. കഥ ആവർത്തിച്ചു. പുലി കാട്ടുപൂച്ചയെ വകവരുത്തി ഭക്ഷിച്ചു. വീണ്ടും മടങ്ങിപ്പോയ ആമ അവസാനം വേട്ടക്കാരനുമായിട്ടാണ് മടങ്ങി വന്നത്. വേട്ടക്കാരനും പുലിയും തമ്മിൽ ഏറ്റുമുട്ടുകയും അവസാനം ഇരുവരും മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു രൂപ പോലും മുടക്കാതെ, ഒരു തുള്ളി ചോര പൊടിയാതെ ആമ താൻ കാശ് കൊടുക്കാനുള്ള ആളുകളെല്ലാം വകവരുത്തി. ഒരാൾക്ക് പണം കടം കൊടുക്കുന്നത് ബുദ്ധിയല്ല, കാരണം അയാൾ നിങ്ങൾക്ക് മോശം വരാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തേക്കാം എന്നാണ് ആഫ്രിക്കൻസ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണമായിട്ടുള്ളൊരു നീതിബോധമല്ല, മറിച്ച് മറ്റൊരാൾക്ക് കടം നൽകുന്നത് ആപത്ത് ക്ഷണിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു പരുക്കൻ തത്വശാസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥയുടെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം. ഇതുപോലെ തന്നെ നമ്മുടെ ഈ മില്ലിഗൻ്റെ ബുക്കിൽ ഗാബോണിൽ നിന്നും കിട്ടിയ, നമ്മുടെ ഈ പോൾ ഡൂഷെ ഇപ്പോഴുള്ള ഗാബോണിൽ നിന്നും കിട്ടിയ മറ്റൊരു രസകരമായിട്ടുള്ള കഥ പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന രണ്ട് സുഹൃത്തുക്കൾ. അവർ ഒരിക്കൽ പോലും പരസ്പരം വഴക്കിട്ടിരുന്നില്ല. എന്നാൽ തൊട്ടടുത്ത ഗ്രാമത്തിലെ സൂത്രശാലിയായിട്ടുള്ള ഒരാൾ ഇവന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലും വഴക്കിടിക്കുമെന്ന് ശപഥം ചെയ്തു. അയാൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം മുഴുവൻ ചുവപ്പ് നിറം കൊണ്ടുള്ള ചായം കൊണ്ടങ്ങ് പൂശി. അതുപോലെ തന്നെ മറുവശത്ത് നീല കളറുള്ള ചായമാണ് ഇദ്ദേഹം പൂശിയത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ രണ്ട് സുഹൃത്തുക്കളുടെയും വീടുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഇയാളൊന്ന് ചുമ്മാ അങ്ങ് നടന്നുപോയി. അന്ന് വൈകുന്നേരം ഈ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേക്കും അവരിൽ ഒരാൾ മറ്റേ ആളോട് ചോദിച്ചു, ചുവന്ന നിറം പൂശിയ ഒരുത്തൻ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തൂടെ നടന്നു പോകുന്നത് നീ കണ്ടായിരുന്നോ? കാരണം അവൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ ചുവപ്പ് നിറമാണ് കണ്ടത്. എന്നാലും മറ്റേ സുഹൃത്ത് പറഞ്ഞു, എടാ അയാൾക്ക് ചുവപ്പല്ല, നീല കളറാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് ചുവപ്പാണ് എന്ന് ആദ്യത്തെ ആളും നീലയാണ് എന്ന് രണ്ടാമത്തെ ആളും ഉറപ്പിച്ച് പറഞ്ഞതോടെ അവർ തമ്മിൽ തർക്കമായി. അവസാനം അത് വഴക്കിലും അടിയിലും ചെന്നെത്തുകയും ചെയ്തു. ഒടുവിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ വന്നാണ് ഇവരെ പിടിച്ചു മാറ്റിയത്. ബുദ്ധിയുള്ള ഒരാൾക്ക് തകർക്കാൻ പറ്റുന്ന സൗഹൃദമേ ഭൂമിയിലുള്ളൂ എന്നാണ് ആഫ്രിക്കൻസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പരിധിവരെ ശരിയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരം കഥകൾ കേട്ടുകൊണ്ടാവണം നമ്മുടെ പോൾ ഡൂഷെയു അന്നത്തെ രാത്രി കിടന്നുറങ്ങിയത്. അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയ ശേഷം രാവിലെ തന്നെ അവർ വീണ്ടും യാത്ര തുടർന്നു. പല കുന്നുകളും അരുവികളും ഒക്കെ പിന്നിട്ട ശേഷം 12 ചെറിയ വീടുകളുള്ള ഒരു ഗ്രാമത്തിലാണ് അവർ എത്തിച്ചേർന്നത്. അത് മാസങ്ങളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ വീടുകളൊക്കെ, ആ 12 വീടുകളൊക്കെ തീരെ ചെറുതായിരുന്നു. നമ്മുടെ കോഴിക്കൂടുകൾ പോലുള്ള ചെറിയ വീടുകളായിരുന്നു അത് മാത്രമല്ല, ക്രമമില്ലാതെ ചിതറിയാണ് ആ വീടുകൾ കിടന്നിരുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ലൈനായിട്ടൊക്കെ നടുക്കൊരു പാത, അങ്ങനെയൊക്കെയല്ലേ വീടുകൾ കാണുക. ഇതങ്ങനെയൊന്നുമില്ല. 2 അവിടെ 2 ഇവിടെ, അങ്ങനെ ചിതറിയാണ് ഈ വീടുകൾ കാണപ്പെട്ടിരുന്നത്. ഇതെന്തിനാണ് ഇത്രയും ചെറിയ കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത്? ഗ്രാമത്തലവനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗ്രാമത്തലവനുണ്ടല്ലോ, കൊമ്പീല, അദ്ദേഹമാണ് അതിന് മറുപടി പറഞ്ഞത്. ഇത് ഒബോങ്കകൾ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞൻ മനുഷ്യരുടെ വീടുകളാണ്. ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തതുപോലെ നമ്മുടെ ഡൂഷെയു ഒന്ന് തല കുലുക്കി, ഇവൻ എന്താ ഈ പറയുന്നത്? എന്നാൽ കൊമ്പീല അത് തന്നെ ആവർത്തിച്ചു. ഇവർ തീരെ ചെറിയ മനുഷ്യരാണ്, അവർക്ക് സംസാരിക്കാനും തീ കത്തിക്കാനും ഒക്കെ അറിയാം. അത് കേട്ടിട്ട് പോൾ ചൂടായി, കള്ളം പറയരുത്, ഇത്രയും ചെറിയ കൂരകളിൽ എങ്ങനെയാണ് മനുഷ്യൻ താമസിക്കുന്നത്? ആ ചെറിയ വാതിൽ കണ്ടില്ലേ, ഒരു കുട്ടിക്ക് പോലും ഇഴഞ്ഞു വേണം അതിൻ്റെ ഉള്ളിലേക്ക് ആ വാതിലൂടെ കടക്കാനായിട്ട്. എൻ്റെ ഒഗൂസി, അവർ അത്രയ്ക്കും ചെറിയ മനുഷ്യരാണ്. എന്നാൽ ഡൂഷെയുവിന് വീണ്ടും സംശയമായി. ഇത് മനുഷ്യർ ജീവിച്ചിരുന്ന ഗ്രാമമാണെന്ന് നീ കള്ളം പറയാണ്. ചുറ്റിനും വാഴകളില്ല, വെള്ളമെടുക്കാൻ പാത്രങ്ങളില്ല, എങ്കിലും
കൊമ്പിയിൽ അത് തീരെ ചെറിയ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിന്നു. ഈ പോൾ ഡു ഷെയ്ന് സംശയം വരുന്നത് ഒരു ഗ്രാമമാണെങ്കിൽ ചുറ്റിനും കൃഷിസ്ഥലങ്ങളുണ്ട്, വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒന്നും ഇവിടെ കാണുന്നില്ല. 12 കൂരകൾ ഇങ്ങനെ ഒരു കോഴിക്കൂട് പോലെ അവിടെ എവിടെയൊക്കെ ചെതറി കിടപ്പുണ്ട്. ഇത് മാത്രമേ അവിടെ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഒരു മനുഷ്യൻ്റെ അത്രയും നീളം മാത്രമേ ഒരു കുടിലിനുള്ളൂ. അതിൻ്റെ ഉള്ളിൽ പോൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തല മുകളിൽ ഇടിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇടിക്കും. മരക്കമ്പുകൾ വില്ലിൻ്റെ ആകൃതിയിൽ റാ പോലെ വളച്ചിട്ടാണ് ഇവർ ഈ കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഓറഞ്ച് രണ്ടായിട്ട് വെട്ടിമുറിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് ഓരോ കുടിലുകളും കാണപ്പെട്ടത്. ഉറപ്പായിട്ട് ഇത് മനുഷ്യൻ നിർമ്മിച്ചതല്ല. ചിമ്പാൻസികൾ പോലും ഇതിലും നന്നായിട്ടാണ് കൂടുകൾ പണിയുന്നത്. ചിമ്പാൻസികൾ ഇങ്ങനെ ചെറിയ കൂടുകളൊക്കെ പണിയാറുണ്ട്. ഇതെന്തോ മന്ത്രവാദത്തിനായിട്ട് പണിതാണ്. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യത്തിൽ ലോക ചരിത്രത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഗാബോണിലെ കൊടുങ്കാടിൻ്റെ നടുവിൽ പോൾ ഡു ഷെയ്വിൻ്റെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞത്. അദ്ദേഹം ആ സമയത്ത് അത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ കാടുകളിൽ നിന്നും ആദ്യമായിട്ട് ഗൊറില്ലകളെ കണ്ടെത്തിയ നമ്മുടെ സാക്ഷാൽ പോൾ ഡു ഷെയ്വു തന്നെയാണ് പിഗ്മികളെന്ന കുഞ്ഞൻ മനുഷ്യർ കൂടി ഈ കാടുകളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന കാര്യം പുറം ലോകത്തെ ആദ്യമായിട്ട് അറിയിച്ചത്. ഈ പിഗ്മികൾ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ഗ്രാമത്തിലാണ് പോൾ ഡു ഷെയ്വു ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാവാത്തത് ഇതിനു മുമ്പ് ആ കാടിന് പുറത്തുള്ള മറ്റൊരാൾക്കും ഈ കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല പെട്ടെന്ന് ഇത് ഈ പിഗ്മികൾ കുഞ്ഞൻ മനുഷ്യർ താമസിക്കുന്ന ഒരു വീടാണ്, അവരുടെ ഗ്രാമമാണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് പിടികിട്ടിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലും പീഡനവും അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ആഫ്രിക്കൻ പിഗ്മികൾ. അവരെ അങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. 3-4 വിഭാഗങ്ങളിലായിട്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അക്ക, ബാക്ക, എമ്പൂട്ടി, ത്വ എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ. ആ പേരിൽ അറിയപ്പെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് പൊതുവെ പറയാനായിട്ട് എളുപ്പം പിഗ്മികൾ എന്നാണ് പൊതുവെ അങ്ങനെ പറയാമല്ലോ. ഇവർ കൃഷിയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഡു ഷെയ്വു കണ്ട ഗ്രാമത്തിന് ചുറ്റും തോട്ടങ്ങളൊന്നും കാണാതിരുന്നത്. കോങ്ങോ നദിയുടെ തീരങ്ങളിലുള്ള കൊടുങ്കാടുകളിൽ വേട്ടയാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഒരിടത്തും സ്ഥിരമായിട്ടൊന്നും താമസിക്കാറില്ല. ഭക്ഷണം കിട്ടുന്നതിനനുസരിച്ചിട്ട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ ഉപേക്ഷിച്ച് പോയ ഒരു ഗ്രാമത്തിലാണ് പോൾ ഡു ഷെയ്വു ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. 4 അടി 11 ഇഞ്ച് മാത്രമാണ് ഇവരുടെ ഉയരം. ഇവരുടെ ഉയരക്കുറവിന് കാരണമായിട്ട് പലതും പറയുന്നുണ്ട്. ഇടതൂർന്ന കാടുകളിൽ സൂര്യപ്രകാശം വളരെ കുറവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ വൈറ്റമിൻ ഡി പിന്നെ കാൽസ്യം ഒക്കെ വളരെ കുറവാണ് ഇവർക്ക് കിട്ടുക. ഇത് എല്ലുകളുടെ വളർച്ചയെ ബാധിക്കും. ഇത് കൂടാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം മഴക്കാടുകളിൽ കുറവാണ്. അവിടുത്തെ കടുത്ത ചൂടും ഈർപ്പം നിറഞ്ഞതുമായിട്ടുള്ള കാലാവസ്ഥയും മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അയഡിൻ്റെ കുറവും ഉയരക്കുറവിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇവരുടെ ചെറിയ ശരീരം ഇവരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ വേറൊരു ഗോത്ര വിഭാഗക്കാരായിട്ടുള്ള അവിടുത്തെ ശക്തരായിട്ടുള്ള ഗോത്ര വിഭാഗം ബാൻഡു വർഗ്ഗക്കാർ അവരുടെ അടിമകളായിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇപ്പോഴും. കൂടാതെ കോങ്കോ യുദ്ധകാലങ്ങളിലും റുവാണ്ടൻ ആഭ്യന്തര യുദ്ധത്തിലും ഒക്കെ പെട്ടിട്ട് 10,000-കണക്കിന് പിഗ്മികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കലാപങ്ങളിൽ ഇവരെ കൊന്ന് മാംസം ഭക്ഷിക്കുന്ന പതിവും ഉണ്ടായിരുന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. പിഗ്മികളുടെ മാംസം കഴിച്ചാൽ മാന്ത്രിക ശക്തി ലഭിക്കുമെന്ന ആഫ്രിക്കൻ അന്ധവിശ്വാസമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പിഗ്മികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരുണ്ട്, ഒട്ട ബെങ്ക. കോങ്കോയിലെ അടിമക്കച്ചവടക്കാരിൽ നിന്നും ഒരു അമേരിക്കക്കാരൻ വിലയ്ക്ക് വാങ്ങിയ പിഗ്മി ബാലനായിരുന്നു ഒട്ടോ ബെങ്ക. 1906 പാവം ഒട്ടോ ബെങ്കയെ നമ്മൾ പിന്നെ കാണുന്നത് ന്യൂയോർക്കിലെ ബ്രോങ്സ് മൃഗശാലയിലെ പ്രദർശന വസ്തുവായിട്ടാണ്. ഒരു കുഞ്ഞു ഉറാങ്ങുട്ടാൻ്റെ കൂടെയാണ് അവനെ കൂട്ടിൽ ഇട്ടിരുന്നത്. സ്വയരക്ഷയ്ക്കായിട്ട് ഒരു അമ്പും വില്ലും കൂടി കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം നല്ലവരായിട്ടുള്ള ആളുകൾ ഇടപെട്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്ത് അവർ കൊണ്ട് പാർപ്പിച്ചു. പക്ഷേ ആ സമയം കൊണ്ട് ഈ പാവം ബാലൻ്റെ മാനസിക നില ആകെ താറുമാറായിട്ടുണ്ടായിരുന്നു. കോങ്കോയിലേക്ക് മടങ്ങുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും 1-ാം ലോകമഹായുദ്ധം കാരണം അതും നടന്നില്ല. ഒടുവിൽ കടുത്ത വിഷാദ രോഗത്തിന് അടിമയായിട്ടുള്ള ഒട്ടോ ബംഗ തൻ്റെ 33-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഈ മുഖം കണ്ടാൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതേ അമേരിക്കയിൽ നിന്ന് തന്നെ വന്ന് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ കൂടി അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നമ്മുടെ ഈ പോൾ ഡു ഷെയ്വു വ്യത്യസ്തനാകുന്നതും ഇവിടെയാണ്. 1992 ഹാർവി ബ്ലൂം എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒട്ടാ ബെങ്ക ദ പിഗ്മി ഇൻ ദ സൂ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അത്. അങ്ങനെ ഈ പിഗ്മികൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഗ്രാമം മറികടന്നിട്ട് ഡു ഷെയ്യും കൂട്ടരും ഒഗൗലു എന്ന നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ഇന്ന് പോളിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഷെയ്യു മലനിരകളിൽ നിന്നാണ് ഈ ഒഗൗലു ഉത്ഭവിക്കുന്നത്. ഡു ഷെയ്യു ഇതിൻ്റെ തീരത്തൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും വൻതോതിൽ നിലക്കടല ഈ ഭാഗങ്ങളിൽ കൃഷി ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ കെട്ടിയിട്ടിരുന്ന നാട്ടുകാരുടെ വഞ്ചികളിൽ കയറിയിട്ടാണ് പോളും കൂട്ടരും ആ നദി മറികടന്നത്. അവിടെ നിന്നും ഏതാണ്ട് ഒരു 6 മൈൽ യാത്ര ചെയ്തിട്ട് അവർ മൊക്കെൻഗ എന്ന് പറഞ്ഞ ഒരു ഇഷോഗോ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോണോകൾ പോളിനെ കൊണ്ട് എത്തിക്കാമെന്ന് ഏറ്റിരുന്ന അവസാനത്തെ ഇഷോഗോ ഗ്രാമമായിരുന്നു അത്. വലിയ കുടിലുകളാണ് ഇഷോഗ ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്നത്.
പലതിനും വരാന്തകൾ വരെയും ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിന് ചുറ്റും ഉള്ള കാടുകളിൽ ധാരാളം പുലികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സമയത്ത് പോലും ആളുകൾ വീട് വിട്ട് പുറത്തിറങ്ങിയിരുന്നതേയില്ല. ഈ ഗ്രാമത്തിന് നടുക്ക് 2 വലിയ കൂടുകൾ ഉണ്ടാക്കിയിട്ട് ഈ ആടുകളെ അതിനകത്താണ് അവർ പാർപ്പിച്ചിരുന്നത്, ഈ പുലികളെ പേടിച്ചിട്ട്. അത് മാത്രമല്ല, ചെറിയ ഒരിനം കോഴികളെയും അവർ വളർത്തിയിരുന്നു എന്നാണ് പോൾ ഡു ഷെയ്യൂ പറയുന്നത്. പക്ഷേ ഈ വർഗ്ഗങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല. ഇതുകൂടാതെ ആ ഗ്രാമത്തിലെ ആളുകൾ തേനീച്ചകളെയും വളർത്തിയിരുന്നു. ഒട്ടുമിക്ക വീടുകളിലും ചുവന്ന വാലുള്ള ചാല നിറത്തിലുള്ള ഓരോ തത്തയും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ പോൾ ഡു ഷെയ്യൂ ഒറ്റയ്ക്ക് ഒരു വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിച്ചേർന്നു. അതിന് താഴെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലെ കല്ലുകൾ കണ്ടാൽ തിളങ്ങുന്ന രത്നങ്ങളാണെന്നേ തോന്നും. കാട്ടിലൂടെയുള്ള സഞ്ചാരവും പരുക്കൻ ജീവിതവും, അതുകൊണ്ട് തന്നെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം ഒരു സംഗീതം പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആ വെള്ളത്തിന് ശക്തിയിൽപ്പെട്ടിട്ട് ഒരു ചെറിയ ഉരുളം കല്ല് അനങ്ങുന്നുണ്ട്. കുറച്ചു നേരം അത് മുന്നോട്ടേക്ക് നീങ്ങും, പിന്നെ നിശ്ചലമാവും, വീണ്ടും ഉരുളും. ഇങ്ങനെ വർഷങ്ങൾ ഉരുണ്ടുണ്ട് നീങ്ങിയത് കൊണ്ടാണ് അത് നല്ല ഉരുണ്ട് മിനുസമായിട്ട് ഇരിക്കുന്നത്. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് ലോകം. ഇങ്ങനെ തട്ടിയും മുട്ടിയും തന്നെ മുന്നോട്ട് പോകണം, അവസാനം ഇല്ലാതാവുകയും ചെയ്യും. ഇതേ സമയം ഒരു ഇല വെള്ളത്തിലേക്ക് വീഴുന്നത് പോള് ശ്രദ്ധിച്ചു. അത് അരുവിലൂടെ താഴേക്ക് ഒഴുകുകയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി നിൽക്കും, വീണ്ടും ഒഴുക്കിൽപ്പെട്ടിട്ട് അത് യാത്ര തുടരും. ഇതിങ്ങനെ പോയി സമുദ്രം വരെയും ചെല്ലുമോ? പറയാൻ കഴിയില്ല. ആ യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. തൻ്റെ യാത്രയും അതുപോലെ തന്നെയാണ്. നമ്മുടെ പോൾ ഡു ഷെയ്യൂ മനസ്സിൽ ഓർക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നതാണ്. മുന്നോട്ട് പോകും തോറും അപകടങ്ങൾ കൂടി വന്നേക്കാം. എങ്കിലും ഒഴുകുന്ന ഈ ഇല പോലെ എന്തോ ഒരു ശക്തി തന്നെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതിനൊരു അവസാനം ഉണ്ടാവും. ആ ഇല കണ്ണിൽ നിന്ന് മറയുന്നത് വരെയും അദ്ദേഹം അതിനെ തന്നെ നോക്കി ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് നിന്നു. പോൾ ചുറ്റിനും നോക്കി. ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്നുണ്ട്. ഒരു പക്ഷി പാറയിലിരുന്നു കൊണ്ട് വെള്ളവും കുടിക്കുന്നുണ്ട്. പോളിനും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിനും ദാഹം അടക്കാൻ കഴിഞ്ഞില്ല. ആ പക്ഷിയെപ്പോലെ തന്നെ അദ്ദേഹവും ആ അരുവിയിൽ നിന്നും വെള്ളം കുടിച്ചു. മഹാനായ ആ പരിവേഷൻ്റെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങളാണ് കടന്നു പോകുന്നത് എന്ന് നോക്കുക. ഇഷോഗോകൾ താമസിക്കുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ പോൾ ഡു ഷെയ്യൂ ഇപ്പോഴുള്ളത്. അദ്ദേഹം അതുവരെ കണ്ടിട്ടുള്ള മറ്റ് ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു ഈ ഇഷോഗുകൾ. അവരുടെ പെണ്ണുങ്ങൾ തലമുടി അലങ്കരിക്കുന്ന രീതിയാണ് ഖേമം. ഇത്തരം രീതിയിൽ മുടി ഡ്രസ്സ് ചെയ്തിട്ടെടുക്കാനായിട്ട് 25 മുതൽ 30 വർഷം വരെ ആവശ്യമാണ് എന്ന് കേട്ടതോടെ ഡു ഷെയ്യൂ ഞെട്ടി. ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലാണ് മുടി കെട്ടിവെക്കുന്നത്. അതല്ലെങ്കിൽ പുല്ലുകൊണ്ടുള്ള തുണിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ വേണ്ടുന്ന ആകൃതിയിൽ അത് രൂപപ്പെടുത്തിയെടുക്കും. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഹെയർ ഡ്രസ്സ് കേടുപാടുകൾ കൂടാതെ 2-3 മാസം വരെയും നിലനിൽക്കും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ പേൻ ഉൾപ്പെടെയുള്ള സകല പ്രാണികളും വന്ന് താമസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ തല ചൊറിയാൻ വേണ്ടിയിട്ട് ഇവർ ഏതാണ്ട് 18 ഇഞ്ച് നീളമുള്ള അത്രയും നീളമുള്ള കൂർത്ത സൂചി പോലുള്ളൊരു ചീപ്പ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കുത്തിയാണ് ചൊറിച്ചിൽ തീർത്തുകൊണ്ടിരുന്നത്. തലമുടിയിൽ ധാരാളം പാം ഓയിൽ തേച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും അത്ര സുഖകരമല്ലാത്തൊരു മണവും വരുന്നുണ്ട്. പുതിയൊരു ഹെയർ ഡ്രസ്സുമായിട്ട് വരുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് ഡു ഷെയ്യൂ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുളിക്കുന്നതിന് പകരം എല്ലാ ദിവസവും രാവിലെ വനത്തിലെ ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന ചുവന്ന നിറമുള്ള ചായം കലർത്തിയ ഒരു എണ്ണ അവരുടെ ശരീരത്തിൽ പുരട്ടുകയാണ് പതിവ്. ഇതുകൂടാതെ അവരുടെ മുകളിലെയും താഴത്തെയും നിരയിലുള്ള 2 പല്ലുകൾ, മുന്നിലെ 2 പല്ലുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ മുകളിലെ 4 പല്ലുകൾ വരെയും ഇവരെടുത്തും കളയും. ഇങ്ങനെ മുന്നിൽ പല്ലില്ലാത്തതാണ് തങ്ങളുടെ സൗന്ദര്യമെന്നാണ് അവർ കരുതുന്നത്. ഇതിനും പുറമെ ദേഹം മുഴുവൻ പച്ച കുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ആകെ കൂടിയിട്ട് വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും വേഷവിധാനങ്ങളും ഉള്ള ആളുകളാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. അങ്ങനെ ഈ മൊഗങ്കയിലെ സുഖകരമായിട്ടുള്ള താമസത്തിന് ശേഷം പോളും സംഘവും ഇഷോഗുകളുടെ ചുമട്ടുകാരുടെ കൂടെ അഷോങ്കുകൾ എന്ന് പറയുന്ന ആ ആളുകൾ താമസിക്കുന്ന നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പിറ്റേ ദിവസം അവിടുത്തെ ഗോത്രത്തലവനെന്ന് കരുതപ്പെടുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരികയും പോള് അദ്ദേഹത്തിനും മറ്റ് 43 കാരണവന്മാർക്കും പിന്നെ രാജ്ഞിമാർക്കും മറ്റ് സ്ത്രീകൾക്കൊക്കെ ആയിട്ട് മുത്തുകളും ആഭരണങ്ങളും ഒക്കെ സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു. ഇതിനുശേഷം തൻ്റെ ശക്തി അവരെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോള് തോക്കെടുത്തിട്ട് മേലോടൊന്ന് വെടിപൊട്ടിച്ചു. ഇത് കണ്ടതോടെ പോളിൻ്റെ കയ്യിൽ ഇടിമിന്നലുണ്ട് എന്ന് പറഞ്ഞാണ് അവർ നിലവിളിച്ചത്. ഇതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ജനീവ മ്യൂസിക്കൽ ബോക്സ് കൊണ്ടുവന്നിട്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചു. അതിൽ നിന്നും പാട്ട് കേട്ടതോടെ ഭയന്നു പോയ അവർ നിശബ്ദരായിട്ട് നിൽക്കുകയും ആ പെട്ടിക്ക് ചുറ്റുമായിട്ട് വട്ടം കൂടി നിന്നിട്ട് ഇതെന്ത് പിണ്ണാക്കാണ് എന്ന് നോക്കുകയും ചെയ്തു. അതിനുള്ളിൽ നിന്നും എന്തോ ആത്മാവാണ് സംസാരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. 1796 ആൻറ്റോൺ ഫാവ്ര സലമോൺ എന്ന് പറഞ്ഞ ഒരു വാച്ച് നിർമ്മാതാവ് കണ്ടുപിടിച്ച അത്ഭുത വസ്തുവാണ് ഈ ജനീവ മ്യൂസിക്കൽ ബോക്സ്. നമ്മുടെ ഗിഫ്റ്റ് ഹൗസുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കീ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് തുളകളുള്ള ഒരു സിലിണ്ടർ കറങ്ങാൻ തുടങ്ങും. മുടി ചെയ്യുന്ന ചീപ്പ് പോലെ ഒരു സ്റ്റീൽ കോമ്പ് ഇതിനോട് മുട്ടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പല്ലുകളും സിലിണ്ടറിലെ ഓരോ തുളകളിൽ വീഴുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ബോക്സ് തിരികെ വെച്ചിട്ട്
അദ്ദേഹം ഒരു വലിയ ഇലക്ട്രിക് ബാറ്ററി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ കാരണവന്മാർ ഏതാണ്ട് 40-43 പേരുണ്ട്, അവരോടും ഈ രാജാവിനോടും വരിവരിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവരുടെ കയ്യിൽ 90 അടിയോളം നീളമുള്ള വലിയൊരു വയറ് കയ്യിൽ പിടിക്കാണ്ട് കൊടുക്കുകയും ചെയ്തു. പോൾ ബാറ്ററി കണക്ട് ചെയ്തോടെ ഈ ഇൻസുലേഷൻ ഇല്ലാത്ത വയറിൽ പിടിച്ച പലരും ഷോക്ക് ഏറ്റ് തെറിച്ച് വീണു. ചിലർ അവിടെ നിന്ന് വളറിക്കൊണ്ട് ഞെട്ടി ഓടി മാറി. അതോടെ ഡൂഷയു അമാനുഷിക സിദ്ധിയുള്ള ആളാണ് എന്ന് കരുതിയിട്ട് അവരദ്ദേഹത്തെ ബാധിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തത്. ഇത്തരം ട്രിക്സ് കാണിച്ച് ഭയപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ ഡൂഷയുവിന് ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഗ്രനേറ്റ് സെല്ലുള്ള ശക്തിയേറിയിട്ടുള്ള ഒരു ഗാൽവനിക് ബാറ്ററിയും ഈ റൂം കോഫ് കോയിൽ പോലുള്ള വലിയ ഇൻഡക്ഷൻ കോയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എങ്കിലേ ഇതുപോലെ ചെറിയ ബാറ്ററി വെച്ചിട്ട് ആളുകളെ വിറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവിടെ കൂടിയ സകലരെയും ഭയപ്പെടുത്തിയ ശേഷം പോള് അവിടെയുള്ള മൂപ്പന്മാരുടെ കൂടെ ഒന്ന് സംസാരിച്ചിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ കാട്ടിലെ കുള്ളന്മാരെക്കുറിച്ച് അഥവാ പിഗ്മികളെക്കുറിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തു. താല്പര്യമുണ്ടാക്കുന്ന ഒരു ഉത്തരമാണ് അവർ പറഞ്ഞത്. ഇവിടെ നിന്നും അടുത്തുള്ള ഒരു കാട്ടിൽ ഇവരുടെ ഒരു ഗ്രാമം ഇപ്പോഴുണ്ട്. എന്നാൽ അവർ മാൻപേടകളെ പോലെ നാണം കുണുങ്ങികളാണ്. അതുകൊണ്ട് അവരെ കാണണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകളെയും കൂട്ടി പോയാലേ സാധിക്കുകയുള്ളൂ. പോളിന് വഴി കാട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് തൻ്റെ മരുമകനെയും മറ്റൊരു അശോങ്കോയും കൂടെ അയക്കാമെന്ന് പറയുകയും ചെയ്തു. പോളിന് ഇൻട്രസ്റ്റായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ പോള് തൻ്റെ കോമിക് സഹായികളായിട്ടുള്ള റബൂക്ക, ഇഗാലോ, മക്കണ്ടൈ ഇവരെല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. കാട്ടിലൂടെ നടക്കുമ്പോഴേക്കും ശബ്ദമുണ്ടാകാതിരിക്കാനായിട്ട് അദ്ദേഹം റബ്ബർ ബൂട്ടുകളാണ് ധരിച്ചിരുന്നത്. ബാക്കിയുള്ള ആഫ്രിക്കൻ ആളുകൾക്കൊന്നും കാലിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാലിലൊന്നും ഇല്ലാതെ നടക്കുന്നതുകൊണ്ട് തന്നെ അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാറില്ല. ഒബോങ്കോകൾ എന്ന് വിളിക്കപ്പെടുന്ന ആ കുള്ളന്മാരെ, ആ ഡ്വാർഫ്സിനെ കണ്ടാൽ അവരോട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് കുറേയേറെ സമ്മാനങ്ങളൊക്കെയാണ് ഇയാൾ വന്നിരിക്കുന്നത് എന്നൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് പോള് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അശോങ്കോയ്ക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തിട്ട് അവനെ ചട്ടം കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അവർ ആ ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുമ്പ് കണ്ടതുപോലെ തന്നെ ചിതറിക്കിടക്കുന്ന ഏതാണ്ട് 10-12 ചെറിയ കുടിലുകൾ കണ്ടു. എന്നാൽ അവിടെ ആരും ഉള്ളതായിട്ട് തോന്നിയില്ല. വീണ്ടും ഇത്രയും ചെറിയ ഈ ഹട്ടുകൾ കണ്ടിട്ട് ഇത് മനുഷ്യരുടെ വീടുകളാണ് എന്ന് വിശ്വസിക്കാനായിട്ട് പോളിന് കഴിഞ്ഞതേയില്ല. മുമ്പ് പറഞ്ഞതുപോലെ ചിമ്പാൻസികളുടെ കൂടുകൾ ഇതിലും മികച്ചതാണല്ലോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമി ഗോത്രക്കാർ പറയുന്നത്. ഈ പുറത്തുപോയ പിഗ്മികൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ പോളും കൂട്ടരും കുറേ ഏറെ നേരം അവിടെ നിന്നെങ്കിലും ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് മുത്തുകൾ, ആട്ടിറച്ചി, പഴങ്ങൾ, പിന്നെ കുറച്ച് ഉപ്പ്. ഈ ഉൾക്കാടുകളിൽ ഉപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടുത്തെ മരച്ചെടികളിൽ ഇദ്ദേഹം കെട്ടിത്തൂക്കിയിട്ട ശേഷമാണ് അന്നത്തെ ദിവസം തിരികെ പോകുന്നത്. ഇത് കണ്ടു കഴിയുമ്പോഴേക്കും ഇന്ന് വന്ന ആൾക്കാർ കുഴപ്പമില്ല, നാളെ വന്നാലും ഇവർ നല്ല ആളുകളാണ് എന്നൊക്കെ അവർക്ക് തോന്നണം. അങ്ങനെ അന്ന് വൈകുന്നേരം ഈ ഗ്രാമത്തിൽ തിരിച്ചെത്തിയ നമ്മുടെ പോൾ ഡൂഷയു തൻ്റെ ഡയറിയിൽ താൻ കുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഹെറോഡോട്ടസ് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത്തരം ഉയരം കുറഞ്ഞ കുള്ളന്മാരെ കുറിച്ചിട്ട് ഹെറോഡോട്ടസ് വലിയ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇദ്ദേഹം ഈ ഗോത്രക്കാരെ വായിച്ച് കേൾപ്പിച്ചു. ലിബിയൻ മരുഭൂമി മുറിച്ച് കിടന്ന കുറച്ച് പേരെ വളരെ ഉയരം കുറഞ്ഞ ഒരു കൂട്ടം മനുഷ്യർ പിടിച്ചുകൊണ്ടുപോയ കഥയാണ് ഹെറോഡോട്ടസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പോള് വീണ്ടും ഈ കുള്ളന്മാരെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യും. എന്നാൽ ഇവർ അകലെ നിന്ന് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്ത് ചെയ്തു, ഈ ഡ്വാർഫ്സ്, ഈ പിഗ്മികൾ അവർ കാട്ടിലേക്ക് ഓടി വിളിച്ചു. നമ്മുടെ പോളും സംഘവും ഗ്രാമത്തിലെത്തിയ ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉറക്കെ വിളിച്ച് ചോദിച്ചെങ്കിലും മറുപടി ഒന്നും വന്നില്ല. എന്നാൽ 1-2 പേര് ഈ ചെറിയ കുടിലിൻ്റെ ഉള്ളിലേക്ക് ഇഴഞ്ഞു കയറുന്നത് പോള് അകലെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി നിന്നിട്ട് ഒരു കുടിലിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് തപ്പി നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു കാല് തടയുകയും അദ്ദേഹം അത് വലിച്ച് ആ കാലെ പിടിച്ച് ആളെ വലിച്ച് പുറത്തേക്ക് ഇടുകയും ചെയ്തു. അപ്പോഴേക്കൊരു വലിയ നിലവിളിയാണ് കേട്ടത്. അത് പിഗ്മികളുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളൊരു സ്ത്രീയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ആരെയും അതിശയിപ്പിക്കുന്നൊരു രൂപം. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന വലിയ കവളല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ ചർമ്മത്തിന് ഒരു പ്രത്യേകതരം മഞ്ഞ നിറമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാട്ടിലെ ചിമ്പാൻസികളുടെ മുഖത്തിന് സമാനമായ ഒരു നിറം. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം അതായിരുന്നില്ല. അവരുടെ കൈപ്പത്തികൾക്ക് ഏതാണ്ട് പൂർണ്ണമായും വെള്ള നിറമായിരുന്നു ഉണ്ടായിരുന്നത്. പുരാതന കാലം മുതൽ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ആ ആദിമ മനുഷ്യരെ താനിതാ നേരിൽ കണ്ടിരിക്കുന്നു. പിഗ്മികൾ അഥവാ ഡ്വാർഫ്സ്, കുള്ളന്മാർ, അങ്ങനെ ഒരു ജനത തന്നെ ഈ ഭൂമിയിൽ ഉള്ളതാണ്. ഈ സ്ത്രീ വീണ്ടും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൂടെയുള്ള ആളുകളെ ഏൽപ്പിച്ച ശേഷം പോള് അടുത്ത കുടിലും ഇതുപോലെ ഒന്ന് കൈകിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും ഒരാളെ കിട്ടി. അതൊരു പ്രായമായ മറ്റൊരു സ്ത്രീയായിരുന്നു. ഭയന്ന് വിറക്കിയായിരുന്ന അവരെ താൻ ഉദ്രവിക്കാൻ വന്നൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പോള് ആശ്വസിപ്പിച്ചു. അവർക്ക് കയ്യിലുണ്ടായിരുന്ന കുറച്ച് സമ്മാനങ്ങൾ വേറെയും കൊടുത്തു. പിന്നെ ഇനി വരുമ്പോഴേക്കും കൂടുതൽ ഇറച്ചിയൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞിട്ടാണ് പോൾ അന്ന് മടങ്ങിയത്. പിന്നീട് ഇതുപോലെ നിരവധി സന്ദർശനങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ പോളും പിഗ്മികളും തമ്മിൽ നല്ല സൗഹൃദത്തിലായി. മിസൂണ്ട എന്നു പേരുള്ള പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു അവരിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഈ മിസൂണ്ടയാണ് ഇദ്ദേഹം ഈ കൈകെട്ടി ഇതിനകത്ത് നിന്ന് വലിച്ചു പുറത്തേക്ക് എടുത്തിട്ടത്. ഒരിക്കൽ ഇവരെ ഈ പിഗ്മികളെ മുൻകൂട്ടി അറിയിക്കാതെ പോള് ആ ഗ്രാമത്തിലേക്ക് പെട്ടെന്ന് കടന്നു ചെന്നു. അദ്ദേഹം വരുന്നത് കണ്ടിട്ട് നമ്മുടെ ഈ പ്രായമുള്ള മിസൂണ്ട വേഗത്തിൽ തൻ്റെ കുടിലിൻ്റെ ഉള്ളിലേക്ക് ഓടി ഒളിക്കുന്നത് പോള് കണ്ടായിരുന്നു. അദ്ദേഹം പിന്നാലെ ചെന്ന് അവളെ പിടികൂടി കഴിഞ്ഞപ്പോഴേക്കും
അതിനകത്ത് കിടന്ന് അവൾ ഉറങ്ങുകയാണ് എന്നാണ് അഭിനയിച്ച് നടിച്ചത്. മറ്റ് മനുഷ്യരെ പോലെ തന്നെ കുള്ളന്മാർക്കും കള്ളം പറയാനും അഭിനയിക്കാനും നന്നായിട്ട് അറിയാമെന്ന് പോളിന് അപ്പോൾ മനസ്സിലായി. നെറ്റിയിൽ മഞ്ഞ നിറത്തിലുള്ള ചായം പൂശിയ മറ്റൊരു സ്ത്രീയെയും അദ്ദേഹം അവിടെ കണ്ടു. ഭർത്താവ് മരിച്ചതിൻ്റെ ദുഃഖത്തിലായിരുന്നു അവർ. ഈ പിഗ്മികൾ ഇവരുടെ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് കാട്ടിലെ മറ്റ് ഗോത്രക്കാർക്ക് പോലും, ഇവരുടെ കൂടെ താമസിക്കുന്ന, അടുത്ത് താമസിക്കുന്ന ഈ ആശോങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം മൃഗങ്ങളെ പോലെ കാട്ടിലൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവർ എങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് എന്ന് അതുവരെയും ആളുകൾക്ക് അറിയില്ലായിരുന്നു. മറ്റൊരിക്കൽ പോൾ അവർക്കായിട്ട് വലിയൊരു വിരുന്നുമായിട്ടാണ് ചെന്നത്. 2 ആട്ടിൻകാലുകൾ, ഒരു കാട്ടുപന്നിയുടെ കാല്, കെണിയിൽ പിടിച്ച 10 എലികൾ, ചത്ത ഒരു വലിയ പാമ്പ്, 2 ആമകൾ, ഇവയ്ക്കൊക്കെ പുറമെ കുറച്ച് മുത്തുകൾ, കണ്ണാടി, സ്പൂണ്, കത്തികൾ, ഫോർക്കുകൾ, ഒരു മ്യൂസിക്കൽ ബോക്സ്, ഇവയും ഇദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. പോളിനെ കണ്ടതോടെ അവർ ആവേശത്തോടെ ബഹളം വെച്ചു. ഇത് കഴിഞ്ഞിട്ട് പോൾ താൻ കൊണ്ടുവന്ന കണ്ണാടി അവരെ ഒന്ന് കാണിച്ചു. അത് കണ്ടതോടെ അവർ 4 ഭാഗത്തും ചിതറി ഓടി. എന്നിട്ട് തങ്ങളെ കൊല്ലരുത് എന്നൊക്കെയാണ് അവർ വിളിച്ച് കൂവിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ജനീവ മ്യൂസിക്കൽ ബോക്സ്, അതിനകത്തുനിന്നുള്ള ആ വരുന്ന സംഗീതം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ശരിക്കും അത്ഭുതമായി. പിന്നീട് ഇവർക്ക് ചുമ്മാ ചെറിയ മണികളില്ലേ, ആ കുറച്ച് 6-7 മണികൾ ഇവർക്ക് കൊടുത്തു. അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ആ മിസുണ്ട എന്ന് പറഞ്ഞ പ്രായമുള്ള സ്ത്രീക്കാണ് കൊടുത്തത്. ആ പുള്ളിക്കാരി എന്ത് ചെയ്തു, അത് അരയിൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ശബ്ദമുണ്ടാക്കി സന്തോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോളിന് വലിയ സന്തോഷമായി. തുടർന്ന് പോൾ അദ്ദേഹത്തിൻ്റെ വേട്ടക്കത്തി ഉപയോഗിച്ചിട്ട് മാംസം മുറിച്ച് അവർക്ക് നൽകി. അത് കിട്ടിയ പാടെ അവർ തീയിലിട്ട് ചുട്ട് വളരെ ആർത്തിയോടെയാണ് കഴിച്ചത്. ഇവിടുത്തെ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഈ പിഗ്മികളുടെ കുട്ടികൾ, ഈ കുട്ടികൾ ഈ നമ്മുടെ പോൾ ഡു ഷെയ്നെയും സംഘത്തെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ആദ്യമേ കാണുന്ന കാട്ടുപൂച്ച, നായ്ക്കുട്ടികൾ അതുപോലെ ഭയന്നിട്ട് ഒളിച്ച് പതുക്കെ പാത്തും പതുങ്ങിയൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷേ ഈ ഇറച്ചി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ സ്വഭാവം പെട്ടെന്ന് മാറി. ഇവന്മാർ എന്ത് ചെയ്തു, എല്ലാം കൂടെ ഓടിയും വന്നിട്ട് ഈ മാംസം, ഈ ഇറച്ചി തട്ടിയെടുക്കുകയും അവിടെ നിന്ന് ആ തട്ടിയെടുത്തിട്ട് അവിടെ നിന്ന് കുട്ടികൾ കാണിക്കുന്ന പോലെ തന്നെ ഓടിക്കാട്ടിലേക്ക് മറിയുകയും ചെയ്തു. മുതിർന്നവരെ അപേക്ഷിച്ചിട്ട് ആ കുട്ടികൾക്ക് കുറച്ചുകൂടി വെളുത്ത നിറമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കാട്ടിലെ ചിമ്പാൻസികളുടെയും മറ്റ് കുരങ്ങളുടെയും കുട്ടികളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പോൾ ഡു ഷെയ്യു അന്നത്തെ കാലത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഭക്ഷണത്തിന് ശേഷം അവർ പോളുമായിട്ട് കൂടുതൽ അടുത്തു. അദ്ദേഹം അവരോട് അവരുടെ ഭാഷയിൽ എണ്ണാൻ ആവശ്യപ്പെട്ടു. അവർ തങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് 10 വരെയൊക്കെ എണ്ണി കാണിച്ചു. ശേഷം മുകളിലേക്ക് ആകാശത്തേക്ക് ഈ വിരൽ ചൂണ്ടിയിട്ട് ഈ പോൾ ഡു ഷെയ്യു വന്നത് ചന്ദ്രനിൽ നിന്നാണോ എന്നൊക്കെ ഇവർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു നൃത്തം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചവരെ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, പ്രായമായിട്ടുള്ള ഒരു പിഗ്മി ഒരു ചെണ്ട എടുത്തുകൊണ്ട് വന്നിട്ട് കൊട്ടാൻ തുടങ്ങി. ഇവർ പ്രാകൃതമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡ്രം. അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ ആവേശത്തോടെ പാട്ട് പാടിയിട്ട് വന്യമായിട്ട് നൃത്തം വെക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ഇത്രയൊക്കെ അടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ പോലെ നിങ്ങൾ ഗ്രാമങ്ങൾ നിർമ്മിച്ചിട്ട് കൃഷി ചെയ്തിട്ട് ഒരിടത്ത് തന്നെ ജീവിക്കാത്തത് എന്ന് ചോദിച്ചു. ഇവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഒരിടത്ത് തന്നെ കടന്നു കഴിഞ്ഞാൽ ആ കാട്ടിലെ വിഭവങ്ങൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പട്ടിണിയായിപ്പോവും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, പഴങ്ങളും കിഴങ്ങളും ഒക്കെയുള്ള വേറെ സ്ഥലത്തേക്ക് പോകും. പിന്നെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയാണ് അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇതാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഭാഷ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ കൂടെയുള്ള അശോകുകൾ, അവർക്ക് ഇവരുടെ ഭാഷ കുറച്ചൊക്കെ അറിയാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറയുന്നത് സ്ഥിരമായിട്ട് ഗ്രാമങ്ങൾ ഉണ്ടാക്കി താമസിച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ലൊക്കേഷൻ മറ്റുള്ള ഗോത്രക്കാർക്ക് പിടികിട്ടും, അവർ വന്ന് തങ്ങളെ ആക്രമിക്കും, കൊല്ലും. ഇതൊക്കെ ഇവർക്ക് ഭയമായിരുന്നു. ഇവർക്ക് ഇരുമ്പ് അങ്ങനെയുള്ള ലോഹങ്ങളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷേ വലിയ തടി കൊണ്ട് വില്ലും ഈ കമ്പ് കൊണ്ടൊക്കെ വില്ലും അമ്പുകളൊക്കെ ഉണ്ടാക്കാനും അതിൽ വിഷം പുരട്ടിയിട്ട് ചെയ്യാനും ഒക്കെ ഇവർക്ക് അറിയാമായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രസകരമായ മറ്റൊരു സംഭവം പറയുന്നത്. അതായത് ഒരു പ്രായമുള്ള ഒരു ഡ്വാർഫ്, ഒരു ഈ പിഗ്മി, അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും കിഴക്ക് ഭാഗത്തായിട്ട് വലിയൊരു പുൽമേടിനും വലിയൊരു നദിയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് തങ്ങളുടെ പൂർവ്വികർ താമസിച്ചിരുന്നത്. അവിടെ നീണ്ട കാലുകളൊക്കെയുള്ള വലിയ കൊക്കുകളുള്ള വലിയൊരു പക്ഷിയുണ്ട്, പക്ഷിക്കൂട്ടങ്ങളുണ്ട്. അത്തരം വലിയ പക്ഷികളെ വേട്ടയാടിയാണ്, അമ്പും വില്ലും ഒക്കെ വെച്ചിട്ട് വേട്ടയാടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്നാണ് പോളിനോട് പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ പോളിനെ ക്ലിക്കായി. ഹോമറിൻ്റെ ഇലിയഡിലെ ഒരു ഭാഗത്ത് കുള്ളന്മാരും, അതായത് പൊക്കക്കുറവുള്ള പിഗ്മികളും കൊക്കുകളും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ഗ്രീക്കുകാരുടെ വിശ്വാസപ്രകാരം ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് ഏറ്റവും വലിയൊരു സമുദ്രമുണ്ട്, ഓഷ്യാനസ്. അതിൻ്റെ തീരങ്ങളിലാണ് ഈ ചെറിയ മനുഷ്യർ, പിഗ്മികൾ താമസിച്ചിരുന്നത് എന്നാണ് അവർ കരുതിയിരുന്നത്. അതായത് ഈ ഗ്രീക്കുകാർക്കും അന്നത്തെ കാലത്ത് ഈ പിഗ്മികളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇവർക്ക് ഉയരക്കുറവായിരുന്നുവെങ്കിലും ഇവർ പക്ഷേ വലിയ ധീരന്മാരായിട്ടുള്ള പോരാളികളായിരുന്നു എന്നാണ് പറയുന്നത്. തണുപ്പ് കാലം ആരംഭിക്കുമ്പോഴേക്കും വടക്കൻ രാജ്യങ്ങളിൽ നിന്നും വലിയ ശൈത്യവും മഴയൊക്കെ ഭയന്നിട്ട് കൂട്ടം കൂട്ടമായിട്ട് മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പടുകൂറ്റൻ കൊക്കുകൾ അവർ പറന്നെത്തുന്നത് ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള ഈ പിഗ്മികൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ആകാശത്തെ മുഴുവൻ മറച്ചുകൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കി കൂട്ടത്തോടെ പറന്നിറങ്ങുന്ന ആ ഭീമൻ പക്ഷികൾ ഈ ചെറിയ മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ മരണം തന്നെയായിരുന്നു. ആ പക്ഷികൾ ഇവരുടെ വിളവുകൾ നശിപ്പിക്കും, ഇവരുടെ സാധനങ്ങൾ തട്ടിയെടുക്കും. ചിലപ്പോഴൊക്കെ ഇവരുടെ കുട്ടികളെയൊക്കെ തങ്ങളുടെ വലിയ കൊക്കുകളിൽ കൊത്തിയെടുത്തിട്ട്
ആകാശത്തേക്ക് പറന്നു പോകും, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് താഴേക്ക് ഇട്ട് കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് ഗ്രീക്കുകാരുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. പക്ഷേ ഈ പിഗ്മികൾ കീഴടങ്ങാനായിട്ട് തയ്യാറല്ലായിരുന്നു. കൊക്കുകൾ വരുന്ന സമയത്തിന് മുന്നേ അവരെന്ത് ചെയ്യും, മാസങ്ങൾക്ക് മുമ്പേ ഈ കൊക്കുകളുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ വലിയ പക്ഷികൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ഈ ചെറിയ പോരാളികൾ തങ്ങളുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങും. സാധാരണ യോദ്ധാക്കൾ യുദ്ധത്തിനായിട്ട് കുതിരകളെ ഉപയോഗിക്കുന്നത് പോലെ ഈ പിഗ്മികൾ തങ്ങളുടെ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കാട്ടിലെ വലിയ ആടുകളെയൊക്കെ ആയിരുന്നു. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നിങ്ങൾ ലോർഡ് ഓഫ് ദി റിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തെ ഡ്വാർഫ്സ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കഥയിൽ നിന്നാണ്. ആ ഡ്വാർഫ്സ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ആടുകളെയാണ്. അപ്പം ഈ ഹോമറിൻ്റെ ഇത്തരം കഥകളാണ് പുതിയ പുതിയ സിനിമകളിലും പുതിയ ഫിക്ഷൻ ബുക്കുകളിലും ഒക്കെ ഒരു ബേസായിട്ട് കഥയായിട്ട് എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഈ കഥയിൽ ഹോമർ പറയുന്നത് ഇത്തരം വലിയ കൊക്കുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആടുകളുടെ പുറത്താണ് നമ്മുടെ ഈ ഡ്വാർഫ്സ് ആയിട്ടുള്ള പിഗ്മികളായിട്ടുള്ള ഈ വില്ലാളികൾ, ഈ മനുഷ്യന്മാർ വന്നിരുന്നത്. ഇവരുടെ കയ്യിൽ അമ്പുകൾ കുന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ഈ പക്ഷിക്കൂട്ടത്തിന് നേർക്കെ അവർ പാഞ്ഞെടുക്കും. ആ സമയത്ത് ആകാശത്ത് നിന്നും കൂർത്ത കൊക്കുകളും വലിയ ചെറുകളും ഒക്കെ ആയിട്ട് താഴേക്ക് ഉദിക്കുന്ന ഭീമൻ കൊക്കുകൾ, താഴെ ആടുകളുടെ പുറത്തിരുന്ന് മരണഭയമില്ലാതെ അമ്പെയ്യുന്ന ധീരന്മാരായിട്ടുള്ള പിഗ്മികൾ. ശരിക്കും പറഞ്ഞാൽ രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുക. പക്ഷികളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പോരാളികൾ എന്ത് ചെയ്യും, കൊക്കുകളുടെ കൂടുകൾ തകർക്കുകയും അവയുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് റോമൻ ചരിത്രകാരനായിട്ടുള്ള പ്ലിനി ദി എൽഡർ പറയുന്നത്. ചുരുക്കത്തിൽ ഈ ഹോമറിനും പ്ലിനി ദി എൽഡറിനും ഒക്കെ തെക്കൻ ഭാഗങ്ങളിൽ എവിടെയോ, അതായത് ഗ്രീസിന് തെക്കുള്ള രാജ്യങ്ങൾ, അതായത് ആഫ്രിക്ക, അവിടെ എവിടെയൊക്കെയോ ഉയരം കുറവുള്ള ഇത്തരം കുള്ളൻ ജനവർഗം പിഗ്മികൾ ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാം. അതിൽ നിന്ന് കേട്ട് പഴകിയ പല കഥകൾ എടുത്തിട്ട് അവർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇതിഹാസ കഥയായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. കേൾക്കാൻ ഭയങ്കര രസകരമായ ഒരു സാധനമാണ്. വലിയ കൊക്കുകൾ അവരെ നേരിടുന്ന ഈ ആടിൻ്റെ പുറത്ത് വരുന്ന പിഗ്മികൾ വളരെ രസമുള്ള കഥയാണ്. പക്ഷേ ഇതിൽ സത്യമുണ്ട്. കാരണം പിഗ്മികൾ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് അന്നേ അറിയാമായിരുന്നു. എന്താണെങ്കിലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ഭയാനമായ യുദ്ധത്തിൻ്റെ ഒടുവിൽ വസന്തകാലം എത്തുമ്പോഴേക്കാണ് ഈ കൊക്കുകൾ അവിടെ നിന്നും തിരികെ വടക്കൻ ദിക്കുകളിലേക്ക് മടങ്ങിപ്പോയിരുന്നത്. നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ ജനങ്ങൾ ഈ കഥ കേട്ടിട്ട് അത്ഭുതപ്പെടുകയും ഇതൊക്കെ പഴയ ഗ്രീക്ക് കവികളുടെ വെറും ഭാവന മാത്രമാണ് എന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഈ ഇരുണ്ട ആഫ്രിക്കൻ കാടുകളുടെ അഗാധതയിൽ തനിക്ക് ചുറ്റും സന്തോഷത്തോടെ നൃത്തം വെക്കുന്ന ആ ചെറിയ പിഗ്മികളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോൾ ഡു ഷെയ്വിന് മനസ്സിലായി, ഹോമറും പ്ലിനിയും പഴയ പുരാതന പണ്ഡിതന്മാരും പാടിപ്പുകഴ്ത്തിയ ആ കഥകളിൽ 100% കെട്ടുകഥയല്ല, അതിൽ കുറച്ച് കാര്യമൊക്കെയുണ്ട്. പിഗ്മികൾ ശരിക്കും ഉള്ളതാണ്. പ്രാചീന കാലത്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ വെച്ചിട്ട് ഈ ചെറിയ മനുഷ്യരും വലിയ പക്ഷികളും തമ്മിൽ ജീവൻ നിലനിർത്താനുള്ള അതികഠിനമായിട്ടുള്ള പോരാട്ടങ്ങൾ ശരിക്കും നടന്നിട്ടുണ്ടാകാം എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ ശരിക്കും ആവേശഭരിതനാക്കി. ഓർക്ക് ആ കൊടുങ്കാടിൻ്റെ മധ്യത്തിൽ അതുവരെയും അദ്ദേഹം കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഈ പിഗ്മികളെ നേരിട്ട് കാണുകയും ആ സമയത്ത് അദ്ദേഹത്തിന് ഈ കഥകളൊക്കെ ഓർമ്മ വരികയും ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആവേശം, ആ ഒരു അത്ഭുതം എന്തായിരിക്കും. ഇതുപോലെ തന്നെ ഡോക്ടർ യോഹാൻ ലുഡ്വിഗ് ക്രാഫ് എന്ന് പറഞ്ഞ ജർമ്മൻ സഞ്ചാരിയും കുള്ളന്മാരെക്കുറിച്ച്, ഈ പിഗ്മികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ ഭാഷകളായിട്ടുള്ള സ്വാഹിലി പോലുള്ള ഭാഷകൾ ആഴത്തിൽ പഠിക്കുകയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വാഹിലി നിഘണ്ടു ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ലോകപ്രശസ്തമായിട്ടുള്ള കിളിമഞ്ചാരോ, മൗണ്ട് കെനിയ എന്നീ മഞ്ഞുമൂടിയ പർവ്വത നിരകൾ അക്കാലത്ത് നേരിട്ട് കണ്ട ആദ്യകാല യൂറോപ്യന്മാരിൽ ഒരാളും ഈ ഡോക്ടർ ക്രാഫ് ആയിരുന്നു. ഡോക്കോസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ചിട്ടാണ് ക്രാഫ് തൻ്റെ ബുക്കിൽ പറയുന്നത്. വെറും 10 വയസ്സുള്ള കുട്ടികളുടെ മാത്രം ഉയരമുണ്ടായിരുന്ന, ഏകദേശം 4 അടി മാത്രം ഉയരമുണ്ടായിരുന്ന ഇവർ മൃഗങ്ങളെപ്പോലെ പൂർണ്ണമായിട്ടും കാട്ടുജാതിക്കാരായിരുന്നു. ഇവർക്ക് വീടുകളോ നിയമങ്ങളോ ആയുധങ്ങളോ ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പാടുകൾ വരുമ്പോഴേക്കും ഇവർ ഏർ എന്ന് പറഞ്ഞ ഒരു ദൈവത്തോടാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ അത് സാധാരണ നിന്നുകൊണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നിന്നുകൊണ്ടല്ല, തലയും കുത്തി നിന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. തങ്ങളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, തങ്ങളെ കൊന്നെടുക്കാനായിട്ട് മറ്റുള്ളവരെ അനുവദിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും അക്കാലത്തും ഇവർക്കെതിരെ ബാക്കിയുള്ള ഗോത്രക്കാർ, ഇവർ ഉയരക്കുറവുള്ള അബലരായിട്ടുള്ള ആളുകളാണ്. ഇവർക്കെതിരെ അന്ന് പോലും ബാക്കിയുള്ള ആളുകൾ ക്രൂരമായിട്ടാണ് ഇവരോട് പെരുമാറിയിരുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇത്തരം കഥകൾ. ക്രാഫ് പറയുന്നത് ഇവർ പാമ്പുകൾ, ഉറുമ്പുകൾ, എലികൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, തേൻ ഇതൊക്കെയാണ് ഭക്ഷണമാക്കിയിരുന്നത് എന്നാണ്. പാമ്പുകൾ ഇവർ പച്ചയ്ക്ക് കഴിക്കുമായിരുന്നു. ഇവരുടെ കഴുകന്മാരെ പോലുള്ള നീണ്ട നഖങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെച്ചിട്ട് ഉറുമ്പുകളൊക്കെ കുഴിച്ചെടുത്ത് കഴിക്കാനായിട്ട് ഇവർക്ക് കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ക്രാഫ് പറയുന്നത്. ക്രാഫ് ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹം അവിടെ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കേട്ട കഥകളാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തനിക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്ന ഈ ഒരു പിഗ്മികളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളും കഥകളും ഓർത്തുകൊണ്ടിരുന്ന നമ്മുടെ പോൾ ഡു ഷെയ്യും ഇവരോട് ഒരു കാര്യം കൂടെ ചോദിച്ചു, നിങ്ങൾ മരിച്ചവരെ എവിടെയാണ് അടക്കുന്നത്? എന്നാൽ ഇത്തരം ചോദ്യമൊന്നും കുള്ളന്മാരോട് ചോദിക്കരുത്, അവർ പേടിച്ച് ഓടിപ്പോയിക്കളയും എന്നൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോളിനോട് പറഞ്ഞത്. അവർ മൃതദേഹങ്ങൾ എവിടെയാണ് അടക്കം ചെയ്യുന്നതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ അശോകങ്ങൾക്ക് പോലും അറിയില്ല. ഈ അശോകങ്ങൾ പോലും അവർ പറയാതിരുന്നതിൻ്റെ കാരണം ഇവന്മാർ ഇവരുടെ തലയോട്ടി എടുത്തുകൊണ്ട് പോയിട്ട് മന്ത്രവാദത്തിന് ഉപയോഗിക്കും എന്നുള്ള ഭയം ഇവർക്കുണ്ടായിരുന്നു, ഈ പിഗ്മികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയാതിരുന്നത്.
പോളും അശോകങ്ങളും തമ്മിലുള്ള ഈ ഒരു സംസാരം കണ്ട ഒബോങ്കുകൾ, ആ പിഗ്മികൾ ഭയത്തോടെ കാര്യം തിരക്കി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ വിഷയമായിട്ട് പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ഈ അശോകുകൾ കള്ളം പറഞ്ഞത്. പോൾ ഡു ഷെയ്യു അവരുടെ കയ്യിൽ നിന്നും പക്ഷേ ഈ രഹസ്യം അറിഞ്ഞു. പോൾ ഡു ഷെയ്യു പറയുന്നതും ഇവർ എന്ത് ചെയ്യും, ചെറിയ അരുവികളുണ്ടല്ലോ, ആ അരുവികൾ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർ അരുവിയുടെ തീരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, തടികളും പാറകളൊക്കെ ഇട്ടിട്ട്, ചെറിയ അരുവിയാണ്, ആ അരുവിയുടെ ഒഴുക്ക് ഇവർ തടഞ്ഞു നിർത്തും. എന്നിട്ട് അരുവി ഒഴുകി പോകുന്ന അതേ സ്ഥലത്ത് തന്നെ ഇവർ കുഴിയെടുത്തിട്ട് ഇവരുടെ ആളിനെ അവിടെ അടക്കും. എന്നിട്ട് ഈ ഡാം പൊട്ടിച്ച് വിട്ടിട്ട് അരുവി പഴയ പോലെ ഒഴുക്കി വിടും. ചുരുക്കത്തിൽ ഇങ്ങനെ അടക്കി കഴിഞ്ഞാൽ ഇവരുടെ ഈ ആളിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഈ തലയോട്ടി എടുക്കാനായിട്ട് മറ്റൊരാൾക്കും പറ്റില്ല. കാരണം ഇത് എവിടെയാണ് അടക്കിയിരിക്കുന്നത് ഇവർക്ക് മനസ്സിലാവില്ല. മൃഗങ്ങൾക്ക് കിട്ടില്ല, കാരണം അരുവിയുടെ അടിയിലാണ് കൊണ്ട് അടക്കിയിരിക്കുന്നത്. അങ്ങനെ മൃഗങ്ങൾ കുഴി തോണ്ടി എടുക്കാതിരിക്കാനും മറ്റുള്ള ആളുകൾ മന്ത്രവാദത്തിന് വേണ്ടി തങ്ങളുടെ തലയോട്ടിൽ എടുത്തുകൊണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് അരുവികളെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ അരുവികളുടെ അടിയത്തെ തട്ടിൽ ഇവർ കുഴിയെടുത്തിട്ട് തങ്ങളുടെ പൂർവികരെ അടക്കിയിരുന്നത് എന്നാണ് നമ്മുടെ പോൾ ഡു ഷെയ്യു പറയുന്നത്. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ പോൾ ഡു ഷെയ്യിൻ്റെ മനസ്സിൽ മറ്റൊരു കഥ കയറി വന്നത്. അതൊരു യൂറോപ്യൻ കഥയാണ്. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഹൂണന്മാരുടെ രാജാവായിട്ടുള്ള ആറ്റില. ഇദ്ദേഹത്തെ എവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്ന് ഇപ്പോഴും ആർക്കും വലിയ തിട്ടമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞുള്ള പല കഥകൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. അതിലൊരു കഥയാണ് നമ്മുടെ പോൾ ഡു ഷെയ്യു നമ്മളോട് പറയുന്നത്. AD 453 ആറ്റില മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വലിയൊരു ഭയമുണ്ടായിരുന്നു. നമ്മുടെ ഈ ഡ്വാൾഫ്സിന്, നമ്മുടെ ഈ പിഗ്മികൾക്കുണ്ടായിരുന്ന അതേ ഭയം, തങ്ങളുടെ രാജാവിൻ്റെ മൃതദേഹം ശത്രുക്കൾ കുഴിച്ചെടുത്തിട്ട് അപമാനിക്കുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഒരു ശവസംസ്കാരമാണ് അവർ ആറ്റിലയ്ക്കായിട്ട് ഒരുക്കിയത്. ഇന്നത്തെ ഹംഗറിയിലൂടെ ഒഴുകുന്ന ടിസ എന്ന് പറയുന്ന നദിയുടെ ഒഴുക്ക് വലിയ അണക്കെട്ട് നിർമ്മിച്ചിട്ട് അവർ താൽക്കാലികമായിട്ട് വഴിതിരിച്ചു വിട്ടു. എന്നിട്ട് വെള്ളം വറ്റിയ ആ നദീതടത്തിൽ അവർ വലിയൊരു കുഴിയെടുത്തിട്ടാണ് ഇദ്ദേഹത്തെയും അദ്ദേഹം പിടിച്ചെടുത്ത വലിയ നിധി ശേഖരവും ഒക്കെ അവർ 3 പെട്ടികളാക്കിയിട്ട് ഇവർ അവിടെയാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്നാണ് ഒരു കഥ ഉള്ളത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അവർ ആ അണക്കെട്ടുകൾ പൊളിച്ചു കളയുകയും നദിയെ പഴയ വഴിയിലൂടെ തന്നെ കുത്തി ഒഴുകാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ നദിയുടെ അടുത്തിട്ടിലാണ് ആറ്റിലയെ ഇവർ അടക്കിയിരിക്കുന്നത് എന്നൊരു കഥ അന്ന് മുതലേ പ്രചാരത്തിലുണ്ട്. ജോർഡനാസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ്റെ കുറിപ്പുകൾ പ്രകാരം ആ നദി എവിടെയാണെന്ന രഹസ്യം പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഴിയെടുത്ത അടിമകളെയും ജോലിക്കാരെയും മുഴുവൻ ഈ ഹൂണന്മാർ അവിടെ വെച്ച് തന്നെ വെട്ടി കൊലപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകളിൽ ഒന്നായിട്ട് ആറ്റിലയുടെ ശവകുടീരം ഇന്നും ആ നദിക്കരയിൽ, നദിയുടെ അടിയിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നു എന്നൊക്കെയാണ് പലരും കരുതുന്നത്. ഇതൊക്കെ കഥകളാണ്, എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പോൾ ഡു ഷെയ്യു ഇവർ നമ്മുടെ ഈ പിഗ്മികൾ ഇങ്ങനെയാണ് ഈ മൃതദേഹം അടക്കം ചെയ്യുന്നത് എന്നുള്ള കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ആറ്റിലയുടെ ശവസംസ്കാരമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ ഒരു കോണിൽ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത പരിഷ്കൃതമായിട്ടുള്ള ഒരു ജനത തങ്ങളുടെ രാജാവിൻ്റെ മൃതദേഹം സംരക്ഷിക്കാൻ ഉപയോഗിച്ച അതേ ബുദ്ധി തന്നെയാണ് ലോകത്തിൻ്റെ മറുകോണിൽ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ഈ ഡ്വാൾഫ്സ്, കുള്ളന്മാർ, പിഗ്മികൾ അവരും ഉപയോഗിച്ചത്. ശത്രുക്കൾ മൃതദേഹം അപമാനിക്കുമെന്ന ഭയം ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഉണ്ടായിരുന്നു. കാലത്തിനും ദേശത്തിനും അതീതമായിട്ട് മനുഷ്യൻ്റെ ചിന്തകൾ എങ്ങനെയാണ് ഒരേപോലെ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ ചരിത്ര സത്യമാണ് ആഫ്രിക്കൻ കാടുകളിലെ ആ ചെറിയ കുടിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ പോൾ ഡു ഷെയ്യു അത്ഭുതത്തോടെ ഓർത്തെടുത്തത്. പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ, ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറകും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഈ ഡ്വാർഫ്സ്, കുള്ളന്മാർ, പിഗ്മികൾ കാട്ടിൽ നിന്നും തിരികെ എത്തി. പോളിൻ്റെ സുഹൃത്തായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, മിസുണ്ട, അവർ പോളിന് വേണ്ടിയിട്ട് കുറച്ച് കാട്ടുപഴങ്ങളാണ് കൊണ്ടുവന്നത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ കുറച്ച് എലികൾ, അണ്ണാന് 2 മീന്, ഒരു പാമ്പിൻ്റെ കഷ്ണം, ഇത്രയുമാണ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനകത്ത് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന സാധനം അണ്ണാനാണ്. ആ അണ്ണാനെ അദ്ദേഹം തീയിൽ ചുട്ടെടുത്ത് കഴിക്കുകയും പോൾ അത് കഴിക്കുന്നത് കണ്ടതോടെ അവർക്ക് വലിയ സന്തോഷമാകുകയും ചെയ്തു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പോൾ അവരോട് പറഞ്ഞു, ഇനി ഞാൻ പോവുകയാണ്, യാത്ര തിരിക്കുകയാണ്, ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ മടങ്ങി വരില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഇനിയും പോകുന്ന വഴിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഗ്രാമങ്ങൾ കണ്ടേക്കാം, ഞങ്ങളോട് ദയ കാണിച്ചതുപോലെ തന്നെ അവരോടും ദയ കാണിക്കണം, അവരെ ഉപദ്രവിക്കരുത് എന്നാണ് അവർ ആംഗി ഭാഷയിലും പിന്നെ നമ്മുടെ കൂടെയുള്ള അശോകങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലുമൊക്കെ നമ്മുടെ ഈ പോൾ ഡു ഷെയ്യുവിനോട് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അശോകോ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പോൾ ഡു ഷെയ്യുവിനോട് പറഞ്ഞു, വേണമെങ്കിൽ ഇതിനകത്ത് ഒരെണ്ണത്തെ നമുക്ക് പിടിച്ചെടുത്തോണ്ടങ്ങ് പോകാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പോൾ ഡു ഷെയ്യു പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ടത് മൃഗങ്ങളെയാണ്, മനുഷ്യരെ അല്ല. അങ്ങനെ ആ പിഗ്മികളുടെ നാട്ടിൽ നിന്നും നമ്മുടെ പോൾ ഡു ഷെയ്യും സംഘവും വീണ്ടും കിഴക്കോട്ടുള്ള യാത്ര തുടർന്നു. പോൾ ഡു ഷെയ്യുവിന് എല്ലാ യാത്രകളും വെറും പര്യവേഷണങ്ങൾ മാത്രമായിരുന്നില്ല, അതെല്ലാം ശാസ്ത്രീയ ദൗത്യങ്ങൾ കൂടിയായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴികളുടെയും കയറുന്ന മലകളുടെയൊക്കെ ഉയരം അദ്ദേഹം കൃത്യമായിട്ട് അളന്നു തന്നെയാണ് മുന്നേറിയത്. ഇതെങ്ങനെയാണ് ഇദ്ദേഹം കടന്നു പോകുന്ന മലകൾ, കയറി ഇറങ്ങുന്ന മലകൾ, പാതകൾ, ഇതിൻ്റെയൊക്കെ ഉയരം കണക്കാക്കിയിരുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. പലപ്പോഴും വെള്ളം തിളപ്പിച്ചാണ് അദ്ദേഹം ഉയരം അളന്നിരുന്നത്. ഉയരം കൂടുന്തോറും വെള്ളം തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയും കുറഞ്ഞു വരും.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഓരോ 300 മീറ്റർ മുകളിലേക്ക് പോകും തോറും വെള്ളം തിളയ്ക്കുന്ന താപനില ഏതാണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെയാണ് കണക്ക്. ഈ തത്വം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ടേബിളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഈ വെള്ളം തിളയ്ക്കുന്ന ഡിഗ്രി എത്രയാണ് തെർമോമീറ്റർ വെച്ചിട്ട് ഇത് നോക്കിയിട്ടാണ് ഇദ്ദേഹം ഉയരം അളന്നിരുന്നത്. ഇതിന് ശേഷം ദിവസങ്ങൾ നീണ്ട കഠിനമായ യാത്രക്കൊടുവിൽ അവർ മൊവാവു കോംബോ എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. എന്നാൽ ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ഒട്ടും സൗഹൃദപരമായിരുന്നില്ല. അവിടെയുള്ള ആളുകൾ വലിയ ഭയത്തോടും സംശയത്തോടും ഒക്കെയാണ് നമ്മുടെ ഈ പുതിയ സംഘത്തെ, നമ്മുടെ പോളിൻ്റെ സംഘത്തെ നോക്കിക്കണ്ടത്. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വിചിത്ര വേഷധാരിയായിട്ടുള്ള ഒരാൾ വന്നത് എന്തോ വലിയ നാശത്തിന് കാരണമാകും എന്നൊക്കെയാണ് അവർ ഭയന്നത്. ഗ്രാമത്തിൽ ആകെ ഒരു യുദ്ധസമാനമായിട്ടുള്ള അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ആണുങ്ങളിൽ പലരും തങ്ങളുടെ ദേഹത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള ആ രീതിയിലുള്ള ചായങ്ങളൊക്കെ പൂശിയിട്ട് ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നത് പോളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ പോൾ ഡു ഷെയ്യു വലിയൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും തൻ്റെ യാത്ര തുടരാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ചുമട്ടുകാരെയും ലഭ്യമാക്കാനും വേണ്ടിയിട്ട് ആ ഗ്രാമത്തലവനുമായിട്ട് നേരിട്ടൊരു സമാധാന ചർച്ച തന്നെ നടത്തിയേക്കാം എന്ന് തീരുമാനമെടുത്തു. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഗ്രാമത്തലവനും മറ്റ് പ്രധാനികളുടെയും കൂട്ടത്തിൽ ഇദ്ദേഹം പോയി ഇരുന്നത്. താൻ വളരെ സമാധാനത്തോടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്, തൻ്റെ കയ്യിൽ മാന്ത്രിക വിദ്യകളൊന്നും തന്നെ ഇല്ല, ആരെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ് അവരെ പരമാവധി വിശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ അവർക്ക് സമ്മാനങ്ങൾ, മുത്ത് മാലകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, തോക്ക്, നാടൻ തോക്കൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ചർച്ച ഏതാണ്ട് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് പതുക്കെ പതുക്കെ ഈ ഗ്രാമത്തലവൻ്റെ മുഖത്തെ ഭയം മാറിയിട്ട് അവിടെ ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി യാതൊരു പ്രശ്നവും ഇല്ല, കിഴക്കോട്ടുള്ള യാത്രയ്ക്ക് ഇവർ സഹായിക്കും എന്ന് നമ്മുടെ പോൾ ഡു ഷെയ്യു ഉറപ്പിച്ചു. സമാധാനപരമായിട്ടുള്ള ആ ചർച്ചകൾ ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് ഒരു അബദ്ധം സംഭവിച്ചത്. ആ ചർച്ച നടക്കുമ്പോഴേക്കും പോളിൻ്റെ കാവലായിട്ട് ആ ചർച്ച നടക്കുന്ന ആ ഒരു കുടിലിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ഈ കൊമ്മി സംഘത്തിലെ ആളുകൾ, നമ്മുടെ ഇഗാലോ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. ഈ ഇഗാലോയുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് അബദ്ധത്തിൽ താഴെ വീഴുകയും അത് പൊട്ടുകയും ചെയ്തു. എങ്ങനെയോ അത് പൊട്ടി. ആ വെടിയുണ്ട നേരെ ചെന്ന് പതിച്ചത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുടിലിൻ്റെ അകത്തേക്കാണ്. അതിനകത്ത് ഈ ഗോത്രത്തലവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ വെടിയേറ്റ് തൽക്ഷണം അവർ മരണപ്പെട്ടു. അവരുടെ നിലവിളി കേട്ടു, വെടിവെച്ചയുടെ ശബ്ദം കേട്ടു. ചുരുക്കത്തിൽ അത്രയും നേരം ഏതാണ്ട് നമ്മുടെ പോൾ ഡു ഷെയ്യു പറഞ്ഞ് സമാധാനപ്പെടുത്തിയിരുന്ന ആ ഒരു അന്തരീക്ഷം ആകെ താറുമാറായി. വെടിവെച്ച കേട്ടു, കുടിലിൻ്റെ അകത്ത് നിന്ന് ഗോത്രത്തലവൻ്റെ ഭാര്യയുടെ നിലവിളിയും കേട്ടു. ആ ഒരു നിമിഷം അവിടെ ശ്മശാന തുല്യമായിട്ടുള്ള വലിയൊരു നിശബ്ദത ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല. പോളിൻ്റെ നെഞ്ചിരിപ്പ് തന്നെ നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കണ്ടതോടെ ഗ്രാമവാസികളുടെ ഭയം വലിയൊരു പകയായിട്ട് ആളിക്കത്തി. അതും മരിച്ചിരിക്കുന്ന ആരാണ്? ഗോത്രത്തലവൻ്റെ ഭാര്യ. വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പരന്നു. സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. ഉഗൂസി ചതിയിലൂടെ തങ്ങളെ കൊല്ലാൻ വന്നതാണെന്ന് അവരങ്ങ് ഉറപ്പിച്ചു. ചുറ്റിനും യുദ്ധകാഹളങ്ങളും ഡ്രമ്മുകളുടെയും പെരുമ്പറകളുടെയും ശബ്ദം. നിമിഷങ്ങൾക്കകം ആ ഗ്രാമത്തിലെ പുരുഷന്മാർ മുഴുവൻ തങ്ങളുടെ കുന്തങ്ങളും വിഷം പുരട്ടിയ അമ്പുകളൊക്കെ എടുത്തിട്ട് പോളിനും സംഘത്തിനും നേരെ തിരിഞ്ഞു. തൻ്റെ തോക്ക് അബദ്ധത്തിൽ പൊട്ടിയതാണ് എന്ന് ഇഗാലോ പോളിനോടും ബാക്കിയുള്ള ആളുകളോടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതൊരു അബദ്ധമാണ് എന്ന് ഈ ഗ്രാമീണരെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് പോളിന് ഉറപ്പായിരുന്നു. തൻ്റെ കൂമി സഹായികളോട് ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല, ശത്രുക്കൾ ആക്രമിച്ചാൽ മാത്രം തിരികെ ആക്രമിച്ചാൽ മതിയെന്ന് പോൾ കർശന നിർദ്ദേശം നൽകി. തങ്ങൾ യുദ്ധം ചെയ്യാനോ ആരെയും കൊല്ലാനോ വന്നതല്ല എന്ന് ഗ്രാമീണരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോളും സംഘവും ആ ഗ്രാമത്തിലൂടെ ഒരു വിധത്തിൽ പുറത്തേക്ക് നടന്നു. എന്നാൽ കോപം കൊണ്ട് കുപിതരായിട്ടുള്ള നമ്മുടെ ഈ ഗ്രാമീണർ കുടിലുകൾക്ക് പിന്നിൽ നിന്ന് ഒളിഞ്ഞിരുന്നുകൊണ്ട് അവർക്ക് നേരെ വിഷം പുരട്ടിയ അമ്പുകളും കുന്തകളും എയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ പോളിൻ്റെ വിരലിൽ ഒരു അമ്പ് വന്ന് തുളച്ചങ്ങ് കയറുകയും ചെയ്തു. അതിനും പുറമെ ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള സഹായി യുഗാലേക്ക് കാര്യമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. പോളിൻ്റെ സംഘത്തിലെ ഒരു നായയെ അവർ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. മറ്റ് 2 നായ്ക്കൾക്ക് സാരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും കണ്ടതോടെ അത്രയും നാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോമി ഗോത്രക്കാർ ഭയന്ന് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നിലത്തിട്ടിട്ട് ഓടാൻ തുടങ്ങുന്നത് പോൾ കണ്ടു. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇതിൻ്റെ കൂടെ ഇവരുടെ കൂട്ടത്തിൽ വേറെ കുറേ ചുമട്ടുകാരുണ്ട്. അവരും സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട പോൾ ഡു ഷെയ്യു എന്ത് ചെയ്തു? തൻ്റെ റിവോൾവർ എടുത്ത് ചൂണ്ടിയിട്ട് അവരെ തടഞ്ഞു നിർത്തി. ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ അവരല്ല, ഞാനായിരിക്കും നിന്നെയൊക്കെ കൊല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ഉപകരണങ്ങൾ, വർഷങ്ങളോളം പോൾ കഷ്ടപ്പെട്ട് ശേഖരിച്ച അമൂല്യമായ ഫോട്ടോഗ്രാഫ്സ്, ദിവസവും എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറി കുറിപ്പുകൾ, അങ്ങനെ പലതും ആ ഗ്രാമത്തിൽ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. പോൾ ഡു ഷെയ്യു എടുത്ത ഫോട്ടോകൾ നമുക്ക് കിട്ടാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ പോൾ ഡു ഷെയ്യു എടുത്ത ഫോട്ടോകൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലും ആളുകൾ കമൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങൾ, ഡയറി ഉൾപ്പെടെ കാണാതെ പോയി. പോളിന് അത്യാവശ്യം വേണ്ടിയിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മുന്നിൽ ഘോരവനമാണ് ഇനിയുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ, ആ ഘോരവനത്തിൻ്റെ ഉള്ളിൽ ഈ ഗ്രാമത്തിലെ ആളുകൾ, ആണുങ്ങൾ, ശത്രുക്കൾ ഒളിച്ചിരിപ്പുണ്ട്.